സ്തോത്രം. ഒത്തിരി കഷ്ടവും നഷ്ടത്തിന്റെയും ലിസ്റ്റ് നമുക്ക് പറയാനുണ്ടെങ്കിലും അതിനപ്പുറമായിട്ട് ദൈവം നമ്മെ വഴി നടത്തി. ഒരാമയും പറയാമോ ശക്തിയോടെ? ഹല്ലേലൂയ. ശ്രേഷ്ഠകരമായിട്ട് 2025 കഷ്ടകാലമാണെന്നാലും പറയരുത്. അതിന്റെ നടുവിലും ദൈവം നമ്മെ ജയത്തോടെ നമ്മെ നടത്തി, ദൈവം നമ്മെ പരിപാലിച്ചു, നമ്മെ കൊണ്ടുവന്ന വലിയ സ്നേഹത്തെ എല്ലാം ഓർത്തുകൊണ്ട് ആമേൻ ഈ രാത്രിയിൽ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വളരെ പ്രാർത്ഥനയോട് കൂടെ ഈ രാത്രി നമുക്ക് ദൈവത്തിനായിരിക്കാം. നമ്മെ കണ്ടൊരു കർത്താവ്, നമ്മെ അറിഞ്ഞൊരു കർത്താവ് ഈ രാത്രിയിൽ നമ്മോട് വ്യക്തമായി സംസാരിക്കും. ആമേൻ. ഹല്ലേലൂയ. കഴിഞ്ഞ വർഷത്തെ കണ്ടവര് ഈ നല്ലൊരു വർഷത്തിന്റെ തുടക്കം കാണാൻ കഴിയാതെ എത്രയോ പേര് മരണനിദ്രയിലാണ്ടപ്പോൾ ദൈവം നമുക്ക് തന്ന വലിയ സാന്നിധ്യത്തെ, അനുഗ്രഹത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. വന്നവരെല്ലാം കർത്താവിന്റെ നാമത്തിൽ വന്ദനം ചൊല്ലുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നീ എന്റെ വിലാപത്തെ എനിക്ക് നൃത്തമാക്കി തീർത്തു, നീ എന്റെ രട്ട അഴിച്ച് എന്നെ സന്തോഷം പഠിപ്പിച്ചു. നല്ലൊരു സന്തോഷത്തിന്റെ വക്താക്കളായി മാറാൻ ദൈവം നമ്മെ സഹായിച്ചല്ലോ. എനിക്ക് മുമ്പ് സംഗീത ശുശ്രൂഷ ചെയ്ത കർത്താവിന്റെ ദാസനെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. ആത്മനിറവിലുള്ള പാട്ടുകൾ പാടി നമുക്ക് ഒരുമിച്ച് കർത്താവിനെ ആരാധിപ്പാൻ ദൈവം നമ്മെ സഹായിച്ചല്ലോ. ഈ വർഷത്തിലും ഈ പ്രാരംഭ സമയത്ത് നിങ്ങൾ ഒരുമിച്ചായിരിക്കുന്നത് ഞാൻ സന്തോഷിക്കുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് ഈ രാത്രിയിലെ ആത്മീയ ചിന്ത നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുവാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. 27 അധ്യായം എടുക്കാം. അപ്പോൾ ആമേൻ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 27 അധ്യായം 6 വാക്യം ശബ്ദമുയർത്തി ആരെങ്കിലും വായിച്ച് സഹായിച്ചു. ആമേൻ. വരുംകാലത്ത് യാക്കോബ് വേരൂന്നുകയും ഇസ്രായേൽ തളിർത്തു പൂക്കുകയും അങ്ങനെ ഭൂതലത്തിന്റെ ഉപരിഭാഗം ഫലപൂർണമാക്കുകയും ചെയ്യും. ആമേൻ. ആമേൻ. എല്ലാവരും സന്തോഷത്തോടെ കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. ആമേൻ. അനുഗ്രഹീതമായ സമയത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ആമേൻ. ദൈവം നമ്മെ സഹായിക്കട്ടെ, ദൈവം നമ്മെ സംരക്ഷിക്കട്ടെ. കർത്താവിന്റെ കരുതൽ കൂടെ ഇരിക്കട്ടെ. 27 അധ്യായം യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 27 അധ്യായം 6 വാക്യമാണ് നാം വായിച്ചത്. ആമേൻ. സ്തോത്രം. വരും കാലത്ത് യാക്കോബ് വേരുന്നു. വരും കാലത്ത് ആമേൻ യാക്കോബ് വേരുന്നു. 2 ഇസ്രായേൽ തളർത്തു പൂക്കും. ഈ 2 പദത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങൾ ഓർപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. വരും കാലത്ത് യാക്കോബ് വേരുന്നു. നല്ലൊരു ആമേൻ പറയാമോ? ഹല്ലേലൂയ. സ്തോത്രം. ഇവിടെ വേര് പിടിക്കത്തില്ലെന്ന് പറഞ്ഞവരൊക്കെയുണ്ട്. ആമേൻ. രക്ഷപ്പെടത്തില്ലെന്നൊക്കെ പറഞ്ഞവരുണ്ട്. അവരോട് ഇന്ന് രാത്രി നമുക്ക് പറയാനുള്ള സന്ദേശമുണ്ട്. പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ വേര് പിടിക്കാൻ പോകുകയാ. പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ ഉറയ്ക്കാൻ പോകുകയാ. പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയത്തില്ലെന്ന് ഉറപ്പുള്ള ദൈവമക്കൾ ഈ രാത്രിയിൽ എന്നോട് ചേർന്ന് കർത്താവിന് സ്തോത്രം ചെയ്തിട്ട് പറ, യാക്കോബ് പിൽക്കാലത്ത് വചനം വരും കാലത്ത് യാക്കോബ് വേരൂന്നും ഇസ്രായേൽ തളിർത്തു പൂക്കും. തളിരിടത്തില്ല, പൂത്തു പുറത്തു വരത്തില്ല എന്ന് പറഞ്ഞവരുടെ നടുവിൽ ഇസ്രായേൽ തളർത്തു പൂക്കും. അങ്ങനെ ഭൂതലത്തിലെ ഉപരിഭാഗം ഫലപൂർണമായി ചെയ്യും. ആമേൻ. നല്ലൊരു കർത്താവിന്റെ വലിയൊരു വാഗ്ദത്ത വചനമാണ്. ഈ കഴിഞ്ഞ വർഷമൊക്കെ ദൈവം നമ്മെ കൊണ്ടുവന്ന് ഈ ഡിസംബർ മാസം 31 സ്തോത്രം ആമേൻ അനുഗ്രഹിക്കപ്പെട്ട മീറ്റിംഗ് കഴിഞ്ഞ് സന്തോഷത്തോടെ ഇരിക്കുക. നല്ല വാഗ്ദത്ത വാക്യങ്ങളൊക്കെ ആമേൻ കിട്ടി. സ്തോത്രം. ഹല്ലേലൂയ. സന്തോഷത്തോടെ ഇരിക്കുക. ഈ വാഗ്ദത്ത വാക്യങ്ങൾ കിട്ടിയവരെല്ലാം ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ദിവസം നമ്മുടെ ചർച്ചിലെ ഒരു ആന്റി സ്തോത്രം അച്ഛൻ ആരാധനയ്ക്ക് വരാത്തത് കൊണ്ട് അച്ഛന്റെ വാക്യം കൂടെ അങ്ങെടുത്തു. ഞാനിച്ചിരി പിന്നെ അത്ര ശരിയല്ലെന്ന് പറഞ്ഞാല് ലോകപരമായ ജീവിതമാണ്, പ്രാർത്ഥിച്ചിട്ടൊന്നും അങ്ങനെ ശരിയായില്ല. അതുകൊണ്ട് പോകാൻ നേരത്ത് ഒരു കാര്യം പറഞ്ഞു, നീ പോകുമ്പോ എനിക്കൊരു വാക്യം കൂടെ എടുത്തോണ്ട് അത്രയെങ്കിലും പറഞ്ഞല്ലോ. സ്തോത്രം. എങ്കിലും ആമേൻ. അദ്ദേഹം 365 ദിവസവും മദ്യപാനമാണ്, മൊത്ത ദിവസവും മദ്യപാനം. അപ്പൊ അദ്ദേഹത്തിനൊരു വാക്യം എടുത്തോട്ടെ ചോദിച്ചു, എടുത്തുകൊണ്ട് പോയി. സ്തോത്രം. അതിനകത്തുള്ള വാക്യം ഇതായിരുന്നു, നീ നനവുള്ള തോട്ടം പോലെ ഇരിക്കും. എന്താണ്? നല്ല വാക്യങ്ങളല്ലേ? നനവുള്ള തോട്ടം പോലെ ഇരിക്കും. സ്തോത്രം. ഹല്ലേലൂയ. ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കി എല്ലാ ദിവസവും മദ്യപാനമാണ്. ഈ ചിലർക്കൊക്കെ വാക്യം കിട്ടുന്നതൊക്കെ ഭയങ്കരമാണ്. കഴിഞ്ഞ ദിവസം ഒരാൾക്കൊരു വാക്യം കിട്ടി, യൂദ കെട്ട് ഞാന്ന് ചത്തെന്ന്. കിട്ടില്ല, യൂദ കെട്ട് ഞാന്ന് ചത്തു. അപ്പൊ ഇങ്ങനെ കുറച്ച് വാക്യങ്ങളൊക്കെ കിട്ടി ഇരിക്കുന്നവരുമുണ്ട്. പക്ഷെ നല്ല വാക്യങ്ങൾ കിട്ടിയവരുണ്ട്. ചില നല്ല വാക്യം കിട്ടാത്തവർ രണ്ടാമത് വീണ്ടും എടുത്തവരുമുണ്ട്.
സ്തോത്രം, ഹല്ലേലൂയ. അപ്പൊ ചിന്തിക്കണമേ, നല്ലൊരു വർഷമാണ് നമ്മളെ വിട്ട കട. എന്നെ സംബന്ധിച്ച് ശുശ്രൂഷയുടെ ഒത്തിരി തലങ്ങൾ വെളിപ്പെട്ടൊരു വർഷമായിരുന്നു കഴിഞ്ഞ വർഷം. ഈ വർഷവും നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥനയെ ഞാൻ ആത്മാവിൽ ക്ഷണിക്കുന്നു. നിങ്ങളുടെ ഓരോരുത്തരും പ്രാർത്ഥനയാണ് ശുശ്രൂഷയിൽ എന്നെ ഇത്രത്തോളം നിലനിർത്തിയത്. അതുകൊണ്ട് ഓർക്കുമ്പോഴൊക്കെ നിങ്ങൾ ഒരു സ്തോത്രം എനിക്ക് വേണ്ടി പറഞ്ഞേക്കണം. ദൈവം ശുശ്രൂഷകൾ ബലപ്പെടുത്താൻ വേണ്ടി മാത്രം. സ്തോത്രം. 27-ാം അധ്യായത്തിലേക്ക് നമ്മുടെ ചിന്തയെ കൊണ്ടുവരാം. വചനം വായിക്കുന്നത്, വരും കാലത്ത് യാക്കോബ് വേരൂന്നും. ചിലരോട് കർത്താവിന്റെ ആത്മാവ് ശക്തമായി പറയുന്ന ഒരു വെളിപ്പാടാണ് വരും കാലത്ത്. ആമേൻ. രക്ഷപ്പെടത്തില്ല, നന്നാകത്തില്ല, ഗുണം പിടിക്കത്തില്ല, നീയും നിന്റെ തലമുറയും ദേശത്ത് പാർക്കത്തില്ല എന്ന് പറഞ്ഞവരുടെ നടുവിൽ കർത്താവ് പറയുകയാണ്, യാക്കോബിനെ ഈ ദേശത്ത് ഞാൻ വേര് പിടിപ്പിക്കാൻ പോകുകയാണ്. ആമേൻ. എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കൾ, ഏത് രാജ്യത്തായാലും, അവർ ഏത് സ്റ്റേറ്റിലായാലും, സ്തോത്രം, അവർ ഏത് മണ്ണിനകത്തായാലും, ഇനി വാടക ഭവനത്തിലായാലും, നിന്നെ വേര് പിടിപ്പിക്കാൻ ദൈവ പദ്ധതി ഇട്ടിട്ടുണ്ടെങ്കിൽ ഒരു ശക്തിക്കും നിന്നെ തകർത്ത് കളയാൻ കഴിയത്തില്ല. എത്ര പേര് ഇന്ന് പകൽക്കാലം ഈ രാത്രി വിശ്വസിക്കുന്നുണ്ട്, എന്നെ കർത്താവ് കണ്ടതാണെങ്കിൽ കർത്താവ് എന്നെ ഉറപ്പിക്കാൻ പോവാ? ചിലരോട് കർത്താവിന്റെ ആത്മാ പറയുന്നു, ഉറക്കത്തില്ലെന്ന് പറഞ്ഞവരെ ദൈവം ഉറപ്പിക്കുന്ന രാത്രിയാ. ആമേൻ, ഹല്ലേലൂയ. തകർത്ത് കളയുമെന്ന് പറഞ്ഞവരുടെ നടുവിൽ ദൈവം നമ്മെ ജയോത്സവമായി, പൗലോസ് പറഞ്ഞൊരു പദമുണ്ട്, ക്രിസ്തുവിൻ ഞങ്ങളെ എപ്പോഴും ജയോത്സവമായി നടത്തുന്ന ഞങ്ങളുടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ ദാസൻ ആദ്യം പ്രാർത്ഥിച്ചപ്പോൾ ആ പാട്ടിന്റെ ചില വരികൾ ഞാൻ ശ്രദ്ധിക്കാൻ ഇടവന്നു. സ്തോത്രം, ഹല്ലേലൂയ. ആ വരികൾ ഇപ്രകാരമാണ്. ഞാൻ അന്ന് പറഞ്ഞു വിടാം. ആ പദം എനിക്ക് വളരെ താല്പര്യം തോന്നുകൊണ്ട് ഞാൻ പറഞ്ഞു വിടാം. സ്തോത്രം. ദാവീദ് ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു, കർത്താവേ, ആമേൻ, സ്തോത്രം, ഇത്രത്തോളം കൊണ്ടുവരുവാൻ ഞാനും എന്റെ കുടുംബമോ, അപ്പാ, ഞങ്ങൾ എന്തുള്ള പുരാമയും പറയുന്ന ശക്തിയോടെ, ഹല്ലേലൂയ. ശൗലിന്റെ ഗ്രഹം ക്ഷയിച്ചു പോയപ്പോൾ ദാവീദിന്റെ ഗ്രഹം മേൽക്കുമേൽ അനുഗ്രഹിക്കപ്പെട്ടു. നിന്റെ കുടുംബത്തിനെതിരെ ശരവസ്ത്രം പോലെ അന്ധകാരങ്ങളെ പറഞ്ഞുവിട്ട് ദേശത്തുനിന്ന് പോലെ പറിച്ചു മാറ്റാൻ പദ്ധതി ഇട്ടപ്പോൾ ശൗലിന്റെ ഗ്രഹത്തെ ക്ഷയിപ്പിച്ചിട്ട് ദാവീദിന്റെ ഗ്രഹത്തെ മേൽക്കുമേൽ അനുഗ്രഹപ്പെടുത്തിയൊരു ദൈവമുണ്ടെങ്കിൽ ഇന്ന് രാത്രി ചിലർ ദൈവത്തിന്റെ ആത്മാ പറയുകയാണ്, നിന്നെ നടത്തുന്ന, നിന്നെ പരിപാലിക്കുന്ന, നിന്നെ ശക്തീകരിക്കുന്ന, നിന്നെ ബലപ്പെടുത്തുന്ന, പട്ടണത്തിനകത്ത് വേര് പിടിച്ചു നിർത്തുന്ന ഒരു ശക്തിയുടെ കേന്ദ്രമാക്കി മാറ്റാൻ പരിശുദ്ധാത്മാവ് ചിലരെ ഇന്ന് പകൽക്കാലം അതിനായി നിയോഗിക്കാൻ പോകുകയാണെന്ന് ആത്മാവിൽ ശക്തമായി ഇന്ന് പകൽക്കാലം ഇടപെടുകയാണ്. ഞാൻ പറഞ്ഞത്, ഈ യാക്കോബിനെ വേര് പിടിപ്പിക്കത്തില്ലെന്ന് പറഞ്ഞ ഒരു ത്രിതല പോരാട്ടം, ആമേ, ത്രിതല പഞ്ചായത്തല്ല, ത്രിതല പോരാട്ടം, ആമേ, ഇതിനകത്ത് നടക്കുന്നുണ്ട്. 27-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിലേക്ക് ചിന്ത തിരിക്കുമ്പോൾ, അന്നാളിൽ യഹോവ കടുപ്പവും വലിപ്പവും ബലമുള്ള ഒരു വാൾ കൊണ്ട്, അടുത്തൊരു പദം കാണുന്നു, വിദ്രുത സർപ്പത്തെയും, അടുത്തൊരു പദം വക്രസർപ്പം, അടുത്തൊരു പദം മഹാസർപ്പം. ഒരാമയും പറയുമ്പോൾ സത്യയോടെ ആ 1-ാമത്തെ വാക്യത്തിനകത്ത് ആമേ സ്വതന്ത്ര യാക്കോബിനെ നിർത്തത്തില്ലെന്ന് വെല്ലുവിളിച്ച ഒരു 3 അന്ധകാരത്തെ പ്രവാചകൻ പരിചയപ്പെടുത്തുകയാണ്. 1 വിദ്രുസർപ്പം, 2 വക്രസർപ്പം, 3 മഹാസർപ്പം. നല്ല രാമൻ പറയാമോ? അതിനർത്ഥം എന്നെ ചോദിച്ചാൽ, യാക്കോബിനെ നിർത്തത്തില്ലെന്ന് വിഷപ്പാമ്പുകൾ തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുക. ആമേൻ. യാക്കോബ് ഉറക്കത്തില്ലെന്ന് വിഷപ്പാമ്പിന്റെ ഒരു സമ്മേളനം കൂടിയിരിക്കുകയാ. ഇവന്മാരെല്ലാം കൂടെ പ്ലാൻ ചെയ്തിട്ടുണ്ട്, യാക്കോബിന്റെ വേര് ഞാൻ പറിക്കുമെന്ന്. ഇവന്മാരെല്ലാം കൂടെ പ്ലാൻ ചെയ്തിട്ടുണ്ട്, യാക്കോബ് ഈ മണ്ണിനകത്ത് നിൽക്കത്തില്ലെന്ന്. എന്നാൽ തമ്പുരാൻ പ്ലാൻ ചെയ്തു, വിദ്രുത സർപ്പവും, ആമേൻ, വക്രസർപ്പവും മഹാസർപ്പവും കൂട്ടം കൂടി എഴുന്നേറ്റാലും എന്റെ പറ്റന്റെ വേരിനെ ഞാൻ ഉറപ്പിക്കാൻ പോകുകയാ. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? എന്തൊക്കെ അന്ധകാരകൻ നിനക്കെതിരെ തലപൊക്കിയാലും എന്റെ ദൈവം നിന്നെ നിർത്താൻ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ നിന്നെ നിലനിർത്തുമെന്ന് വിശ്വസിക്കുന്നവർ എന്റെ കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ഒരു അന്ധകാരത്തിനും ഒരു ആഭിചാരത്തിനും ഒരു ക്ഷുദ്ര പൈശാചിക ശക്തികൾക്കും ഒരു ദൈവവൈദ്യനെ തച്ചുടയ്ക്കാൻ കഴിയത്തില്ലെന്ന് ആത്മാവ് വ്യക്തമായി ഓർപ്പിക്കുക. 27-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ ശ്രദ്ധ തിരിക്കണം. 1 വിദ്രുസർപ്പത്തെയും വക്രസർപ്പത്തെയും യഹോവയുടെ വാൾ കൊണ്ട് വെട്ടാൻ തമ്പുരാൻ തയ്യാറായി.
ദൈവാത്മാവ് ചിലരോട് വ്യക്തമായി ഇടപെടുന്നു. നിനക്കെതിരെ നിൽക്കുന്ന ദുഷ്ടവ്യാപാരത്തെ തമ്പുരാന്റെ വാളുകൊണ്ട് വെട്ടിമാറ്റിയിട്ട് ദൈവം നിന്നെ നിർത്താൻ പോകും. ഞാൻ ആത്മാവിൽ പറയുന്നു, ആരാധിക്കുന്ന ദൈവമക്കൾക്ക് വിരുദ്ധമായി നിൽക്കുന്നതിനെതിരെ തമ്പുരാന്റെ വാളിറങ്ങാൻ പോവാ. ആമേൻ. ഇന്ന് രാത്രി കർത്താവിന്റെ ആത്മാവ് പറയുന്നു, പ്രാർത്ഥിക്കുന്ന നിനക്കെതിരെ, ആരാധിക്കുന്ന നിനക്കെതിരെ തല ഉയർത്തി നിൽക്കുന്ന അന്ധകാരത്തെ വെട്ടാൻ തമ്പുരാന്റെ വാളിറങ്ങുന്ന രാത്രി എന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ഇടപെടുമ്പോൾ എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? എന്നെ നിലനിർത്താൻ എന്റെ ദൈവത്തിന് പദ്ധതിയുണ്ടെങ്കിൽ എന്റെ തമ്പുരാൻ എന്നെ നിലനിർത്തും കേട്ടോ. ഹല്ലേലൂയ. വിദ്യുസർപ്പമല്ല, വക്രസർപ്പം എഴുന്നേറ്റാൽ. ഈ പദത്തിനകത്ത് ഒത്തിരി അർത്ഥമുണ്ട്. അങ്ങോട്ട് സമയം പോരാ, അതുകൊണ്ട് അത് ചിന്തിക്കാം, പെട്ടെന്ന് അങ്ങ് പറഞ്ഞു വിടാം. സ്തോത്രം. വിദ്രുത സർപ്പം, വക്രസർപ്പം, ഇത് രണ്ടും കൂടെ തല ഉയർത്തി നിൽക്കുക. ഈ പിശാചെല്ലാം കൂടെ വന്നാൽ ഒറ്റയ്ക്ക് വരത്തില്ല, ഇമാരെല്ലാം കൂടെ കൂട്ടം കൂടിയേ വരത്തുള്ളൂ. പണ്ട് ദാവീദ് വനാന്തരത്തിൽ ആടിനെ മേയിച്ചുകൊണ്ടിരുന്നപ്പോൾ വന്നത് രണ്ടുപേരാ, ഒന്ന് സിംഹവും രണ്ട് കരടിയും. സ്തോത്രം. ഇവന്മാരെ കൂട്ടം കൂടിയ. ഇന്നും ദൈവമക്കൾക്കെതിരെ കൂട്ടം കൂടുന്നുണ്ട്. ഇന്നും ദൈവമക്കൾക്കെതിരെ ഇതുവരെ വ്യക്തമായി കൂട്ടം കൂടുന്നുണ്ട്. അവരെ നടുവിൽ കർത്താവ് പറയുന്നു, നിന്റെ വേര് ഉറയ്ക്കാൻ പോവാ. എത്ര പേര് ആമേൻ പറയും? പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ചിലരെ നോക്കിക്കൊണ്ട് പറയുന്നു, നിന്റെ വേര് പറഞ്ഞു പോകും, നീയും നിന്റെ സന്തതിയും രക്ഷപ്പെടത്തില്ല എന്ന് പറഞ്ഞവനെ നടുവേ 2026 ഒരു നല്ല ദിവസം നിനക്ക് കാണാൻ കൃപ തന്നെങ്കിൽ നിന്റെ തലമുറയെ ദൈവം വേര് പിടിപ്പിക്കാൻ പോവാ. ചില രാജ്യങ്ങളെ നോക്കിയ ദൈവാത്മ പറയുന്നു, നിന്നെ അയച്ചെടുത്ത് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടാൻ പോവാ. ചില പ്രാർത്ഥന വിഷയമായിട്ട് മുഴങ്കാലം അടക്കിയ തന്റെ ജനത്തോട് ദൈവാത്മ പറയുന്നു, നിന്നെ നശിപ്പിച്ച് കളയുമെന്ന് പറഞ്ഞവരുടെ നടുവിൽ ദൈവത്തിന്റെ ഭയങ്കര ഒരു മഹത്വം ഇറങ്ങുന്ന ആ നല്ല രാത്രിയെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ആമേൻ. ഷാലി പീറ്റർ, കണ്ണൂർ, ശ്രദ്ധിക്കുന്നുണ്ടല്ലോ അല്ലെ? സ്തോത്രം. ഈ രാത്രി വചനത്തിന് മുമ്പാകെ ഒന്ന് പ്രാർത്ഥിച്ചോണം. വീട് വിട്ടിറങ്ങിയപ്പോൾ യാക്കോബ് അനുഗ്രഹമായിട്ടാണ് ഇറങ്ങിയത്. ഇറങ്ങി വന്ന സമയത്ത് സന്തോഷത്തോടെ വന്ന ഹാരാനി വന്ന് സൂര്യൻ അസ്തമിച്ചു. അവിടെ കിടന്നുറങ്ങി ദർശനം കണ്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ തന്റെ ജ്യേഷ്ഠനായിരിക്കുന്ന ഏശാവ് കുറച്ച് ആൾക്കാരെ കൂട്ടിക്കൊണ്ട് യാക്കോബിനെ കൊന്നുകളയാൻ പദ്ധതിയിട്ടു. തമ്പുരാൻ പറഞ്ഞു, ഒരു തോടിനക്കരെ നീയും നിന്റെ ആൾക്കാർ കീറിപ്പോയ്ക്കരുത്. എന്നോട് ആത്മാ പറയുന്നു, ചില അതിര് വരവിട്ടിരിക്കുക ദുഷ്ടപിശാചിന്. നിങ്ങളുടെ കോമ്പൗണ്ടി വരാൻ അനുവദിക്കാതെ വണ്ണം, നിങ്ങളുടെ ജീവിതത്തെ തകർക്കാൻ കഴിയാതെ വണ്ണം ശത്രു ശക്തമായിട്ട് പ്രബലപ്പെടുമ്പോൾ തമ്പുരാൻ പറയുന്നു, തമ്പുരാന്റെ അനുവാദമില്ലാതെ യാക്കോബേ നിന്നെ ഏശാവ് ഒന്നും ചെയ്യത്തില്ല, നിന്നെ ഏശാവ് ഒന്നും ചെയ്യത്തില്ല. ദൈവത്തിന്റെ ദാസ്യൻ, നിങ്ങളുടെ ദൈവത്തിന്റെ ആത്മ ശക്തമായി പറയുന്നു, ദേശത്തു നിങ്ങളെ ഇളക്കിക്കളയുമെന്ന് പറഞ്ഞവരുടെ നടുവിൽ, നിങ്ങളെ ഇല്ലായ്മ ചെയ്യുമെന്ന് പറഞ്ഞവരുടെ നടുവിൽ നിങ്ങളെ വേര് പിടിപ്പിച്ച് നിർത്തുന്ന ശക്തനായ ഒരു കർത്താവിന്റെ സാന്നിധ്യം ഈ രാത്രി നിങ്ങളുടെ നടുവിലുണ്ട്. വിശ്വസിച്ച ഇന്ന് രാത്രി ദൈവത്തിന് നന്ദി പറഞ്ഞോണം. യാക്കോബ് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ യാക്കോബിനെ ഫോളോ അപ്പ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇന്നും ഉണ്ടല്ലേ? ആ പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ ഫോളോ ചെയ്യുന്ന കണ്ണുകളുണ്ട്. ആമേൻ. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്നവനെ നിർത്താതിരിക്കാൻ ശക്തമായ വെല്ലുവിളി ഉണ്ടായിരുന്നു. യാക്കോബ് വീട്ടിൽ നിന്ന് ഇറക്കിയപ്പോൾ അനുഗ്രഹമായിട്ട് ഇറങ്ങിയത്. രാമേൻ പറയുമ്പോൾ ശ്രദ്ധയോടെ, അവൻ വെറുങ്കയോടല്ല ഇറങ്ങിയത്, അവൻ അനുഗ്രഹമായിട്ടാ. ഇന്ന് രാത്രിയിൽ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ തൊട്ട് നിന്നൊരു അനുഗ്രഹം ഫോളോ ചെയ്യുന്നുണ്ട്. അതിനെ ഇല്ലായ്മ ചെയ്ത് കളയാൻ യേശുവിന്റെ ആൾക്കാരും ഇറങ്ങിയിട്ടുണ്ട്. പക്ഷെ കർത്താവ് പറയുന്നു, നിന്നെ തൊടാതെ വണ്ണം കുഞ്ഞാടിന്റെ രക്തത്തളപ്പിനകത്ത് നിന്നെ തമ്പുരാൻ മുദ്രയിടുകയാ. ചിലരോട് ദൈവത്തിന്റെ ആത്മാവ്, നിന്നെ ചിലത് തൊടത്തില്ല കേട്ടോ, നിന്നെ ചിലത് തൊടത്തില്ല. എത്ര പേരെ വചനം ഏറ്റെടുത്ത് ആമേൻ പറയുന്നുണ്ട്? പലപ്പോഴും നിന്നെ തകർത്ത് കളയാൻ വന്നത് പരാജയപ്പെട്ട് പിന്മാറി പോയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ദൈവാത്മ പറയുന്നു, നിന്നെ തൊടാതെ വണ്ണം. ഹല്ലേലൂയ. റബാല ഹർഗസ്മാനാധിയ റമന റഗൽഖമാന വൈഡമാന ഗസിയ. ഇന്ന് രാത്രി ചിലരെ നോക്കി പരിശുദ്ധാത്മ പ്രവചിക്കുകയാ. 2025 കഷ്ടം വന്നിട്ടും നഷ്ടം വന്നിട്ടും പ്രതികൂലം വന്നിട്ട് കൃപയോടെ നിന്നെ നിർത്തിയെങ്കിൽ 2026 നിനക്ക് കഷ്ടത കുറവല്ല, ബുദ്ധിമുട്ട് കുറവല്ല, പ്രയാസങ്ങൾ കുറവല്ല, രോഗങ്ങൾ കുറവല്ല. പക്ഷെ മറ്റുള്ളവരൊക്കെ ശ്രേഷ്ഠകരമായ ജയത്തോടെ നിന്നെ നടത്തുന്നവന്റെ കരം ഇന്ന് രാത്രി ചിലരമേ തലമേൽ ഇന്ന് രാത്രി ഇറങ്ങുകയാ. ജൂഡാമന റമന ഹദനഘടകസിയ. അഗ്നിശോധനക്കകത്തൂടെ കടക്കേണ്ടി വന്നാലും ലേശം ഭയക്കാതെ നിന്നെ നിർത്തുന്ന നിത്യനായ ദൈവത്തിന്റെ കരമുണ്ടെന്ന് വിശ്വസിക്കുന്ന ദൈവജനം ദൈവത്തിന് നന്ദി പറഞ്ഞവനെ ആരാധന കൊടുക്ക്. ഇന്ന് വരെ കാണാത്തൊരു മഹത്വം നിന്നെ ചലിക്കുന്നു, ഇന്ന് വരെ കാണാത്തൊരു വിടുതൽ നിന്നെ ചലിക്കുന്നു. ഉടകമന റഗനഘടകസിയ. ഈ കട്ടതയിൽ പാടാനുള്ള കൃപ ഇന്ന് രാത്രി
രാത്രി ജനത്തിന്റെ നടുവിലേക്ക് ദൈവാത്മാവ് വെളിപ്പെടുത്താൻ പോകുകയാ. ഹല്ലേലൂയ. ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെ വചനം ചിന്തിച്ചു വന്നപ്പോൾ ചില കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് ഓർപ്പിച്ചത്, ശദ്രക്ക് മേശക അബേദ്നെഗോ 3 പേര് തീച്ചൂള കിടന്നില്ലേ അല്ലേ? തീച്ചൂളയിൽ ഇട്ടതാരാണ്? അവിടുത്തെ രാജാവാ. രാജാവ് തീച്ചൂള ഇട്ടപ്പോ രാജാവിന്റെ ഉദ്ദേശം 3 പേരും കത്തിക്കരിഞ്ഞു പോകാൻ വേണ്ടി ഇട്ടതാ. തീച്ചൂള ഇട്ടത് തീച്ചൂളയെ കണ്ടിട്ട് വരാൻ ഇട്ടതല്ല. ഇവ കത്തിക്കരിഞ്ഞ് നാളെ ചാമ്പൽ, 1 കൊട്ട ചാമ്പൽ, 3 ശവങ്ങൾ പുറത്തു വരണം ഇട്ടതാ. പക്ഷേ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഒരു പദം ഉയരത്തിൽ നിന്ന് വന്നു, നമ്മൾ 3 പേരെയല്ലേ ഇട്ടെ, ഇത് 4-മൻ ഒരുവനൂടെ വന്നു. എന്റെ ചിന്ത അതല്ല. ആരാ പറഞ്ഞത്? അതാരാ പറഞ്ഞെന്നറിയാമോ? ഇട്ട രാജാവാ പറഞ്ഞ്. രാമൻ പറയാമോ? ശദ്രക്ക് മേശക്ക് അബേദ്നെഗോ 4-മനെ കാണുന്നതിന് മുമ്പ് അവനെ കഷ്ടത്തിലാക്കിയവൻ കണ്ടെങ്കിൽ, കഴിഞ്ഞ നാളുകളിൽ നിന്റെ അധപ്പതനം കാണാൻ കാത്തിരുന്നവൻ നീ മൂല കർത്താവിനെ കാണുന്ന വർഷമായത്. നല്ല രാമൻ പറയാമോ? ഹല്ലേലൂയ. നിന്നെ കഷ്ടത്തിലാക്കിയവൻ നീ മൂലം. എത്ര പേര് രാമൻ പറയുന്ന എനിക്കറിയില്ല. നിന്റെ കഷ്ടത മൂലം ചില കർത്താവിനെ കാണുന്ന വർഷമായത്. നിന്റെ വഴിയടച്ചവൻ കർത്താവിനെ കാണും. നിന്റെ മാർഗമടച്ചവൻ കർത്താവിനെ കാണും. നിനക്ക് കഷ്ടത സമ്മാനിച്ചവൻ കർത്താവിനെ കാണുന്ന വർഷമാ. എത്ര പേര് നല്ല രാമൻ പറയാൻ തയ്യാറുണ്ട്? എന്റെ കഷ്ടത കൊണ്ട് അങ്ങനെ ഒരു ഉപകാരം എന്റെ വീട്ടിൽ നടക്കണമെങ്കിൽ അത് നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നവർ ഇന്ന് രാത്രി നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. അതുകൊണ്ട് നിനക്ക് കഷ്ടത സമ്മാനിച്ചവർ, ഹല്ലേലൂയ, ആമേൻ, നിന്റെ കർത്താവിനെ കണ്ടുമുട്ടാൻ പോവാ. അതുകൊണ്ട് കഷ്ടത ആമേൻ അവകാശമാണ്. കഴിഞ്ഞ ദിവസം ഒരാൾ പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടു. ആമേൻ. ആ പ്രസംഗത്തോട് എനിക്കൊരു യോജിപ്പില്ലാത്തോണ്ട് പറയാം. 2026 ദൈവമക്കൾക്ക് കഷ്ടതയില്ല. ഞാൻ പറയുന്നു 2025-നേക്കാളും 1 മടങ്ങൂടെ കഷ്ടത ഉണ്ടാകും. എന്നാലും ദൈവം അതിന്റെ നടുവിൽ കൂടി നമ്മെ നടത്തും. എത്ര രാമൻ പറയും? ഹല്ലേലൂയ. കേട്ടോ, കഷ്ടതയില്ലെന്ന് പറഞ്ഞ ആരും വാചോടിച്ചിരിക്കണ്ട. കഷ്ടത തുടങ്ങാൻ പോവാ. സ്തോത്രം. കഷ്ടത ആരംഭിച്ച് കഴിഞ്ഞിരിക്കുക. കഴിഞ്ഞ വർഷത്തേക്ക് തീച്ചുള കൂടുതലായിരിക്കും. പക്ഷെ കർത്താവ് ഇന്ന് രാത്രി അതിന്റെ നടുവിലും ദൈവത്തിനെ നടത്തും. തീച്ചുള വരട്ടെന്ന്, അതിന്റെ നടുവിൽ ദൈവമാരാണെന്ന് വെളിപ്പെടുത്താൻ ദൈവത്തിന്റെ പദ്ധതി ഈ വർഷം വെളിപ്പെടാൻ പോവാ. ജുഡാരഗല റാസ്മാനാധിയാനഗസി. കഷ്ടതയുടെ നടുവിൽ നടന്നാലും സങ്കീർത്തനത്തിന് 2 പഠനമുണ്ട്. ശ്രദ്ധിക്കണേ, 2 പഠനം. ആമേൻ. ഹല്ലേലൂയ. ഒത്തിരി ദൈവത്തിന്റെ ആലോചന കേട്ട് നിങ്ങൾ ബുക്കൊക്കെ നിറഞ്ഞു. അതുകൊണ്ട് ഇച്ചിരി വചനം കേട്ടിട്ട് നമുക്കൊന്ന് മടങ്ങി വരാം. സ്തോത്രം. സങ്കീർത്തനത്തിനകത്ത് 2 പദങ്ങളുണ്ട്. ഒന്ന് സേല എന്നൊരു പദം കാണുന്നു. വായിച്ചിട്ടുണ്ടത്? സ്തോത്രം. നിങ്ങൾ ആരും വായിച്ചു വിട്ടിട്ടില്ലെങ്കിലും കണ്ടിട്ടുണ്ടല്ലോ അല്ലേ? സേല എന്താണ്? സ്തോത്രം. ഹല്ലേലൂയ. സേല എന്ന പദത്തിനകത്ത് നിൽക്ക്, പുറകോട്ട് തിരിഞ്ഞു നോക്കുക. അതാ പദത്തിന്റെ അർത്ഥം. ആ പഠനം അങ്ങനെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നത്. നിൽക്ക്, പുറകോട്ട് തിരിഞ്ഞു നോക്ക്. അതിനർത്ഥം എന്നു ചോദിച്ചാൽ, വന്ന വഴി നല്ലതല്ലായിരുന്നു, പക്ഷെ നിന്നെ നടത്തിയവന്റെ വിശ്വസ്തതയോർത്ത് ഒന്ന് പുറകോട്ട് തിരിഞ്ഞു നോക്കുന്ന അനുഗ്രഹം. എത്ര ആമേൻ പറയും? ഹല്ലേലൂയ. കഴിഞ്ഞ വർഷമൊക്കെ എങ്ങനെ ജീവിച്ചു പോയെന്നറിയത്തില്ല. അത്രമാത്രം ശ്രേഷ്ഠകരമായി നിന്നെ മാനിച്ചെങ്കിൽ ഒന്ന് തിരിഞ്ഞ് ചിന്തിക്കുന്നത് നല്ലതാകുമെന്ന് പരിശുദ്ധാത്മാവ് ചിലരോട് ഇടപെടുകയാണ്. എന്നാൽ സങ്കീർത്തനത്തിന് മറ്റു 2 വേർഡുണ്ട്. ഒന്ന് എന്നാൽ, എങ്കിൽ എന്നൊരു പദമുണ്ട്. എന്നാൽ അല്ലെ? വചനത്തെ കാണുന്നുണ്ട്. എന്നാൽ നമ്മൾ അതൊക്കെ വായിച്ചു വിടാൻ അർത്ഥം പിടികിട്ടതില്ല. എങ്കിലും എന്നൊരു പദമുണ്ട്. അതിന് ഒരു ഉദാഹരണം മാത്രം ഞാൻ പറയാം. ഞങ്ങൾ പലപ്പോഴും തീയിലും വെള്ളത്തിലും കൂടി കടക്കേണ്ടി വന്നു. എങ്കിലും നീ ഞങ്ങളെ സമർത്ഥി. ആ എങ്കിലും എന്നൊരു പദത്തെ അണ്ടർലൈൻ ചെയ്ത് പഠിച്ചാൽ, എങ്കിലും എന്ന പദത്തിന്റെ ഇപ്പുറത്തൊരു സാധാരണ അല്ലെങ്കിൽ ഒരു കാരണമില്ലാത്ത കാര്യമുണ്ടായിരുന്നു. എങ്കിലും ഞങ്ങളെ സമൃദ്ധി കൊണ്ടുവന്നെങ്കിൽ ഇതുവരെയും ഇല്ലാത്ത എന്തോ ഒരു സമൃദ്ധി എന്നെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. നല്ല രാമൻ പറയാമോ? ഇന്ന് രാത്രി പരിശുദ്ധനെ ചിലരെ നോക്കി പറയുന്നു, നീ ഇതുവരെ കാണാത്തൊരു സമൃദ്ധി നിനക്ക് വരും. ഒരു പക്ഷെ കഷ്ടതയ്ക്കകത്തോടായിരിക്കാം ആ പ്രതിഫലം നമ്മുടെ ജീവിതത്തിൽ വരുന്നെങ്കിൽ അത് സന്തോഷത്തോടെ ഏറ്റുവാങ്ങുന്നവരെ ഓർത്ത് ഇന്ന് രാത്രി ഞാൻ സ്തോത്രം ചെയ്യുന്നു. അതുകൊണ്ട് എന്റെ പ്രസംഗം എന്ന് പറയുന്നത് 2026 കഷ്ടതയുണ്ട്. ഉപദേശിക്കുമുണ്ട് കഷ്ടത, വിശ്വാസിക്കുമുണ്ട് കഷ്ടത, പ്രവാചകനുണ്ട് കഷ്ടത, പ്രവാചിക്കുമുണ്ട് കഷ്ടത. എല്ലാത്തിനും കഷ്ടതയുണ്ട്. പക്ഷെ ഇതിന്റെ നടുവിലും ജയിച്ച് മുന്നേറുന്ന ഒരു ഗ്രൂപ്പിനെ കർത്താവ് ഈ രാത്രി തെരഞ്ഞെടുക്കാൻ പോവാം. രാമേ പറയാമേ ശക്തിയോടെ. ആമേ. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ചിലരെ നോക്കി വ്യക്തമായി പറയുന്നു. ആമേ സ്തോത്രം. നീ മനുഷ്യരെ
ഞങ്ങളുടെ തലയിൽ കയറി ഓടുമാറാക്കി. ഞങ്ങൾ പലപ്പോഴും തീയിലും വെള്ളത്തിലും കൂടി കടക്കേണ്ടി വന്നു. രാജിജയൊക്കെ പ്രാർത്ഥിച്ചോണം ഈ വചനം ഒന്ന് ഏറ്റെടുത്ത് നാമേ പറഞ്ഞു. ഞങ്ങൾ പലപ്പോഴും തീയിലും വെള്ളത്തിലും കൂടി കടക്കേണ്ടി വന്നു. തീ, വെള്ളം. തീ കത്തിക്കാൻ വന്നതാ, വെള്ളം മുക്കിക്കളയാൻ വന്നതാ. രണ്ടു വിധത്തിൽ, ഏതേലും വിധത്തിനകത്ത് തീർന്നു പോകേണ്ട സാധ്യതകൾ മുന്നിൽ പിശാച് വിരിച്ചപ്പോൾ അടുത്ത പദം ഇങ്ങനെ, എങ്കിലും നീ എന്നെയല്ല ഞങ്ങളെ സമൃദ്ധി കൊണ്ടുവന്നു. മകളെ, ദൈവാത്ത പറഞ്ഞ സമൃദ്ധിക്ക് മുമ്പേ അടിച്ച രണ്ട് പോരാട്ടമായിരുന്നു തീയും വെള്ളവുമെങ്കിൽ ഇതിന്റെ നടുവിലും സമർത്ഥിതെന്ന് മാനിക്കാം ദൈവത്തിന് പദ്ധതിയുണ്ട്. കഷ്ടതയുടെ നടുവിൽ നടന്നാലും നീ എന്നെ ജീവിപ്പിക്കും, നിന്റെ വലങ്കരം നീട്ടി എന്നെ വിടുവിക്കുമെന്ന് ആ പദം ഏറ്റെടുത്ത് ആമേൻ പറഞ്ഞു. ഇന്ന് രാത്രി വിടുതൽ കൊണ്ട് മടങ്ങിപ്പോകാവുള്ളൂ. ഇരിക്കുന്ന മുറിക്കകത്ത് ദൈവത്തിന്റെ മഹത്വം ഇറങ്ങാൻ പോവാ. ചില പ്രാർത്ഥനയുടെ മറുപടികൾ കൂടാരത്തിനകത്തല്ല, കരത്തിക്കെട്ടത്ത നിലവാരത്തിൽ ദൈവ കരമിറങ്ങുന്ന വെളിപ്പാട് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ആ മകളെ പരിശുദ്ധാത്മാവ് തൊടുകയാ. ഉടമന റമന ഹർത്തനാസിയ കഴിഞ്ഞ നാളുകള് ദൈവസന്നിധിയില് കരഞ്ഞ ചില വിഷയത്തിന്റെ ചില മറുപടികളെ എന്റെ ദൈവ കരത്തിലേൽപ്പിക്കുന്ന നാളുകൾ. നല്ല രാമൻ പറയാമോ? ആമേൻ. ആമേ. കഴിഞ്ഞ ദിവസം എന്നെ വളരെ 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 ശുശ്രൂഷയിൽ ബലപ്പെടുത്തിയൊരു വാക്ക് നിങ്ങളോട് പറയാം. ആസ തന്റെ ദൈവമായ യഹോവയുടെ മുമ്പാകെ ചെന്ന് ഒരു യുദ്ധമൊക്കെ ജയിച്ചിട്ട് ആസ ഇരിക്കുന്ന സമയത്ത് ആസ വളരെ തകർന്നിരിക്കുക. യുദ്ധമൊക്കെ ജയിച്ചെങ്കിൽ ചിലർക്ക് തകർച്ചയാ, അല്ലെ? ചിലർ ജയിച്ചെന്ന് പറഞ്ഞാലും മുഖത്തിന് അത്ര പ്രസാദമില്ല. ആസയെ പോലെ ജയിച്ചതാ, സ്തോത്രം. കഴിഞ്ഞ 2025 ജയിച്ച് 2026 കയറിയതാ. +1 ജയിച്ച് +2 കയറിയാൽ ചില കുഞ്ഞുങ്ങൾക്ക് ഒരു സമാധാനം, ഒരു സന്തോഷം വരാത്ത പോലെ. നമ്മുടെ ഇരിപ്പ് കാണുമ്പോഴേ അറിയാം നമുക്കൊരു സന്തോഷമൊന്നുമില്ല. 2026 ഞങ്ങൾ ഇതിനേക്കാളും വലിയ 26 കണ്ടിട്ടുണ്ട്. പിന്നാണ് ഈ 26 ചിന്തിച്ചിരിക്കുന്നവരും ഉണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. പക്ഷെങ്കിൽ ജയിച്ച് നിങ്ങളെ കൊണ്ട് ഇരുത്തിയിരിക്കുക. നിങ്ങൾ ജയിച്ചവരാ. ഒരാമേൻ പറയാമോ? നിങ്ങൾ എല്ലാവരും മുമ്പിൽ ജയിച്ചവരാ. നിങ്ങളെ കഴിഞ്ഞ വർഷത്തിൽ പൂട്ടാൻ ശ്രമിച്ചവരൊക്കെ ഇനിയും നിങ്ങൾക്കെതിരെ തല പൊക്കാൻ തമ്പുരാൻ അനുവദിക്കത്തില്ല. ആരോടോ ദൈവാത്മാവ് രാത്രിയിൽ ഇടപെടുകയാണ്. ചില ചങ്ങലകൾ നിങ്ങളുടെ മുമ്പിൽ അഴിയും നിങ്ങൾ കാണും കേട്ടോ. മിനി മാത്യു പ്രാർത്ഥിച്ചു, ചങ്ങലകൾ പൊട്ടുന്ന ഒരു വർഷമായത് ദൈവാത്മാവ് പറയുന്നു. കഷ്ടതയുടെ നടുവിലും ജയോത്സവമായി നടത്തി പുറത്തു കൊണ്ടുവരാൻ. ആമേൻ. ദൈവത്തിന് ഇന്ന് രാത്രിയിലെ പദ്ധതിയുണ്ട്. ദർശനത്തോട് അനുസരണക്കേട് കാണിക്കാതിരുന്നാൽ ഈ വർഷം നിങ്ങളുടെ ജീവിതത്തിനകത്ത് ദൈവം ചില വിടുതലുകൾ അയക്കാൻ ദൈവം പദ്ധതി ഇടുന്നുണ്ട്. കഴിഞ്ഞ വർഷം കരഞ്ഞ ചില വിഷയത്തിന്റെ ചില മറുപടികളെ പ്രാപിക്കാൻ വേണ്ടി ദൈവം തന്ന ആയുസുകളെ ഓർത്ത് കർത്താവിനെ സ്തോത്രം പറയാമോ? ഹല്ലേലൂയ. കർത്താവ് ആലയത്തിൽ ചെന്നിട്ട് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങി വന്നപ്പോൾ അത്തിയെ കണ്ടിട്ട് കർത്താവ് കണ്ടപ്പോൾ അത്ര സന്തോഷമായില്ല. അത് വല്ലാതെ ഫലമില്ലാതെ നിൽക്കുന്നത് കണ്ടപ്പോൾ കർത്താവ് പറഞ്ഞു, ഈ ആണ്ടൂടെ നിൽക്കട്ടെ. അതിനെ നിർത്തിയിരിക്കുക കേട്ടോ. ഈ ആണ്ടൂടെ നിൽക്കട്ടെ. ഈ ആണ്ടൂടെ ഫലം കായ്ച്ചില്ലെങ്കിൽ തീർത്ത് കളഞ്ഞേക്കാവുന്ന കർത്താവ് പറഞ്ഞിട്ട് പോയിരിക്കുക. അതുകൊണ്ട് ജാനുവരി മാസം 3-ാം തീയതി ആയതേ ഉള്ളൂ, ഒന്നും ആയില്ലെന്ന് കിടക്കുന്നു. ഈ വർഷം ഫലം കായ്ക്കേണ്ട വർഷം. രാമേൻ പറയാമോ? ഹല്ലേലൂയ. ഫലം കായ്ക്കേണ്ട വർഷമാ. ഫലമുള്ള വൃക്ഷമായിരിക്കുന്ന നിനക്ക് ഏറ് വരും, പക്ഷെ നീ ഫലം കായ്ക്കണം. നീ മുളയ്ക്കും, നിന്റെ വേര് ഉറയ്ക്കും. ചിലർ ദൈവാത്മാവ് പറയുന്നു, നീ ഉറയ്ക്കാൻ പോവാ. നിന്നെ ഉറപ്പിക്കത്തില്ലെന്ന് പറഞ്ഞെടുത്ത് നീ ഉറയ്ക്കാൻ പോവാ. ചിലരെ നോക്കി പരിശുദ്ധാത്മാവ് ദൂത് പറയുകയാ. ശൈല ജോഷി പ്രാർത്ഥിച്ച് ദൈവനാമത്തിന് നന്ദി പറഞ്ഞു. ഈ വർഷം ചില വിഷയത്തിനകത്ത് ഉറപ്പ് കൽപ്പിക്കുന്ന വിടുതൽ ദൈവാത്മാവ് ചെയ്തെടുക്കാൻ പോവാ. ആരോ പറഞ്ഞു പറിച്ചു മാറ്റിക്കളയുമെന്ന്, ആരോ പറഞ്ഞു മൂടോടെ പിഴുതു മാറ്റിക്കളയുമെന്ന്. എന്നാൽ ഇന്ന് രാത്രി ആത്മാ പറയുന്നു, ആമേ സ്വതന്ത്ര സെരുബാബേല്, നിന്റെ മുമ്പിൽ നിൽക്കുന്ന മഹാപർവ്വതമേ നീ അതിനെ സമഭൂമിയാക്കി മാറ്റും. ആത്മാവങ്ങളുടെ ദാസിയോട് വ്യക്തമായ ദൂത് കൈമാറുന്നു. ദൈവാത്മാവ് ശക്തമായി ഇന്ന് പകൽക്കാലം ഇടപെടുന്നു. വിരോധമായി നിൽക്കുന്ന മല പോലെ നിൽക്കുന്ന പ്രശ്നങ്ങളുടെ തായ്വേരിനെ പറിച്ചു മാറ്റുന്ന നല്ല രാത്രിയായത് കേട്ടോ. ജൂഡാമന റഗനഗഡഗസിയ കഴിഞ്ഞ നാളുകളിൽ വിടുതലിന് തടസ്സമായി നിന്ന് ചില പർവ്വത സംബന്ധമായിരിക്കുന്ന ചില വിഷയത്തിന്റെ പോരാട്ടങ്ങളെ അഴിച്ചു മാറ്റി
ആമേൻ. എന്റെ കർത്താവ് ഇന്ന് രാത്രിയിൽ ആ കർത്തൃദാസിയെ അഭിഷേകം കൊണ്ട് നിറയ്ക്കാൻ പോവാ, അഭിഷേകം കൊണ്ട് നിറയ്ക്കാൻ പോവാ. ജൂഡാമന റഗനഗസി എന്നോട് ആത്മാ പറയുന്നു, ഈ മാസം തീരുന്നതിന് മുമ്പ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന മരണകരമായ യോർദാനെ കീറി മുറിക്കുന്ന ഒരു അഭിഷേകത്തിന് പുതപ്പ് ഇന്ന് രാത്രി കർത്താവ് ആ ചുമലിലേക്ക് ഒന്ന് എടുത്തെറിയാൻ ആഗ്രഹിക്കുകയാ. പ്രാപിച്ച ദൈവത്തിന് നന്ദി പറഞ്ഞു. അസാധാരണമായിരിക്കുന്ന ഒരു ദൈവിക വിടുതലുകൾ യോർദാനെ ക്രോസ് ചെയ്യുന്ന ഒരു ദൈവികമായ അധികാരത്തെ ഇന്ന് രാത്രി ദൈവത്തിന്റെ അകത്ത് കൈമാറാനുണ്ടെന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ഇടപെടുകയാ. പറിച്ചു മാറ്റി കളയുമെന്ന് പറഞ്ഞവരുടെ നടുവിൽ ഒരു രാജകീയ വാഴ്ചയ്ക്ക് തുടക്കം കുറിക്കാൻ ദൈവാത്മാവ് ഇടപെടുകയാ. ഞാൻ ആത്മാവിൽ പറയുന്നു, ഈ വർഷത്തെ നമ്മൾ ഇങ്ങനെ അങ്ങ് പ്രഖ്യാപിക്കാൻ പോവാം. ഇത് എനിക്ക് ചില റിസൾട്ട് തരുന്ന വർഷമാകും. ആമേൻ. ഞാൻ ഒത്തിരി അനുഭവിച്ചവനാ. പക്ഷേ എനിക്കൊരു റിസൾട്ട് വെളിപ്പെടാൻ പോവാ യേശുവിന്റെ നാമത്തിൽ. എന്നും പരാജയപ്പെട്ട കരയാനുള്ളതല്ല നീ, പക്ഷെ ദൈവത്തിന്റെ പദ്ധതി നിന്നിൽ വെളിപ്പെടാൻ സമയമായതുകൊണ്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. റീമാന ജൂഡാരാബ ഹർക്കസ്മാനാധിയ റമനകൾ എവിടെയൊക്കെയോ പരാജയപ്പെട്ടവൻ, എവിടെയൊക്കെയോ അപമാനിക്കപ്പെട്ടവൻ ഇന്ന് രാത്രി എന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. അവരോട് കർത്താവിന്റെ ആത്മാവ് ശക്തമായി വിളിച്ചു പറയുന്നു, ദൈവം നിങ്ങളെ വേരോടെ നിർത്താൻ പോവുക. അടുത്ത വാക്യത്തില് 27-ാം അധ്യായത്തിലേക്ക് മടങ്ങി വരാം. വിദ്രുത സർപ്പം, വക്രസർപ്പം, മഹാസർപ്പത്തെ തമ്പുര കൊന്നുകളയുമെന്ന. 2 സർപ്പത്തിന് അകത്ത് ദൈവം വാളുവെക്കും. 3-ാം സർപ്പത്തെ യഹോവ കൊന്നുകളയുമെന്ന്. രാമയും പറയാമോ? എനിക്കൊത്തിരി ഒരു ന്യായവിധിയുടെ ദൂത കർത്താവ് രാത്രി എനിക്ക് തന്നിരിക്കുന്നത്. ഏദനിൽ ഇറങ്ങിയ പാമ്പ് കുടുംബജീവിതത്തെ തകർക്കുന്ന പാമ്പായിരുന്നു. നല്ല രാമയും പറയാമോ? കുടുംബജീവിതത്തെ തകർക്കുന്നൊരു പാമ്പ് ഏദനിൽ ഇറങ്ങി. അതിനെ വെട്ടാൻ തമ്പുരാൻ ക്രൂശ കയറേണ്ടി വന്നു. രാമയും പറയാമോ? ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ പറയുന്നു, നിന്റെ കുടുംബത്തിന് നേരെ വരുന്ന ചില പാമ്പിനെ തമ്പുരാൻ ഇറങ്ങി വെട്ടുന്ന രാത്രി ആത്മാവ് ദൂത് പറയുക. നിനക്കെതിരെ നിൽക്കുന്ന വക്രസർപ്പത്തെ, ആമേൻ, ചില ആത്മാ പറയുന്നു, നിന്റെ കുടുംബത്തിനെതിരെ നിൽക്കുന്ന വിദ്രുത സർപ്പത്തെ തമ്പുരാന്റെ വാളിനാൽ വെട്ടിമാറ്റി ഇന്ന് രാത്രി നിന്നെ വേരോടെ ഉറപ്പിക്കുന്ന ഒരു ദൈവത്തിന്റെ കരം ഇന്ന് രാത്രി ഇറങ്ങുന്നുണ്ട്. വിശ്വസിക്കുന്നവർ ദൈവത്തിന് നന്ദി പറഞ്ഞ് അവനൊരു ആരാധന കൊടുക്ക്. ചിലതിനെ വെട്ടുകൊള്ളുന്ന രാത്രി എന്ന് പറയുന്നേ. നിന്നെ പട്ടണത്തിനകത്ത് നൃത്തത്തിനെന്ന് പറയുന്ന അന്ധകാരത്തെ ഇന്ന് രാത്രി വെട്ടിമാറ്റി ദൈവത്തിന്റെ കരം നിന്നിൽ ഇറങ്ങുന്ന രാത്രി എന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ഇടപെടുകയാണ്. നിന്റെ ജോലിക്കെതിരെ നിൽക്കുന്ന ഒരു വിദ്രുത സർപ്പം, നിന്നെ രാജ്യത്തുറപ്പിക്കത്തില്ലെന്ന് പറയുന്ന ഒരു വിദ്രുത സർപ്പം, നിൽക്കുന്ന ഇടത്ത് നിയമം നിനക്കെതിരായി നിന്നെ അവിടെ നിന്ന് പായിക്കാൻ പ്ലാൻ ചെയ്യുന്ന വിദ്രുത സർപ്പം. ദൈവത്തിന്റെ ദാസന്മാരെ ഇന്ന് രാത്രി ചിലതിനെ തമ്പുരാൻ ഇറങ്ങി വെട്ടുന്ന രാത്രിയാ. ഞാൻ ആത്മാവിൽ പറയുന്നു, ഇവിടെ ദൈവത്തെ ആരാധിക്കുമ്പോൾ, ഇവിടെ ദൈവത്തെ സ്തുതിക്കുമ്പോൾ നിനക്കെതിരെ നിൽക്കുന്ന വിഷപ്പാമ്പിനെ തമ്പുരാൻ ഇറങ്ങി വെട്ടാൻ പോവാ. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? 2026 നിന്റെ കണ്ണ് നോക്കി നിൽക്കുമ്പോൾ, നീ നോക്കി നിൽക്കുമ്പോൾ ചിലതിനെ വെട്ടുകൊള്ളാൻ പോവുക. ദൈവത്തിന്റെ ഭയങ്കരമായ നിയോഗം നിന്റെ പ്രാർത്ഥന മുറിക്കകത്ത് ഇറങ്ങാൻ പോവുക. ഇന്നലകളെ നിനക്കതിന് തലവൊക്കെ നിന്ന ഒരു അന്ധകാരത്തെ ദൈവത്തെ വെട്ടിമാറ്റിയിട്ട് വരുംകാലത്ത് നിന്നെ ഉറപ്പിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യം ഇന്ന് രാത്രി ചില കുടുംബങ്ങൾക്കകത്ത് ഇറങ്ങാൻ പോവാ കേട്ടോ. ഞാൻ ആത്മാവിൽ പറയുന്നു, ഇവിടെ ആരാധിക്കുക ചിലടത്തൊക്കെ വെട്ടുകൊള്ളാൻ പോവാ. ഇവിടെ സ്തോത്രം പറയുമ്പോ നിന്റെ കുടുംബത്തിന് നേരെ നിൽക്കുന്ന ചിലതിനെ തമ്പുരാൻ ഇറങ്ങി വെട്ടാൻ പോവാ. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? 2026 ചില റിസൾട്ട് നീ കാണാൻ പോവാ. ഇന്നലകളെ നിനക്കെതിരെ തലമുക്കുന്ന വിഷപ്പാമ്പിത വെട്ടുകൊണ്ട് തറക്കടക്കുന്ന കാണാൻ പോവാ. അരുണോദയ പുത്രൻ ശുക്ര, നീ എങ്ങനെ അന്ന് പറഞ്ഞ പോലെ ഒരു വെട്ട് കിട്ടാൻ പോവാ. ആ മഹാസർപ്പത്തെ വെട്ടിക്കളയുന്ന, ആ വിദ്രുത സർപ്പത്തെ വെട്ടിക്കളയുന്ന
ഒരു ഭയങ്കര ദൈവിക വചനത്തിന്റെ വാള് ഇതിനകത്ത് ഇറങ്ങി വരുന്നുണ്ട്. അത് വിശ്വസിക്കുന്ന നല്ലൊരു ആമേൻ പറയട്ടെ. നിന്റെ പ്രാർത്ഥനയ്ക്കിടെ ചില മറുപടികൾ ചില കൂടാരങ്ങൾക്കകത്തിറങ്ങി വരും. നമ്മൾ എന്താ വചനം വായിച്ചത് വരും കാലത്ത് യാക്കോബ് വരുന്നു. വചനത്തിനകത്ത് ചില ദൈവത്തിന്റെ ആത്മാ പറഞ്ഞു, സാന്റോ മാത്യു കർത്താവിന്റെ ദാസനെ, കർത്താവിന്റെ ആത്മാ പറയുന്നു യോസഫ് ഫലപ്രദമായ വർഷം. ആമേൻ പറഞ്ഞാട്ട് യോസഫ് ഫലപ്രദ വർഷം. ഇത്രയും മക്കൾ ഉണ്ടാകുന്നിടത്ത് ഇങ്ങനൊരു അനുഗ്രഹം ആർക്കും കിട്ടിയിട്ടില്ല. യോസഫ് ഫലപ്രദമായ വിഷം, അതിന്റെ കൊമ്പുകൾ മതിന്മേൽ പടർന്നു കിടക്കുന്നു. അടുത്ത പദമുണ്ട്, വില്ലാളികൾ അവനെ എയ്യാൻ വേണ്ടി തന്ത്രം മെനയുക, പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ദൈവദാസനെ, നിങ്ങളെ തകർത്ത് കളയുവാൻ, നിങ്ങളുടെ ശബ്ദത്തെ നിലച്ചു കളയാൻ, ഹല്ലേലൂയ, ശക്തമായ എഴുത്തുകാർ ഇറങ്ങിയിട്ടുണ്ട്, വേട്ടക്കാരന്മാർ ഇറങ്ങിയിട്ടുണ്ട്. ഹല്ലേലൂയ. ഒറ്റ വേദി കൊണ്ട് സകലതും തീരണം എന്ന കർത്താവ് പറയുന്നു. ഈ വർഷം ദൈവം പുതിയ പുതിയ വഴികൾ തുറക്കപ്പെടാൻ പോവാ. എന്നോട് ദൈവാത്മ പറയുന്നു, ചില ഇടങ്ങളൊക്കെ പുറപ്പാടുകൾ ആരംഭിക്കാൻ പോകുന്ന ആത്മാവ് ദൂത് പറയുകയാണ്. എന്നോട് കർത്താവ് പറയുന്നു, ദൈവത്തിന്റെ വാഗ്ദത്ത വചനം കേട്ട പൗലോസിനെ സ്റ്റേജ് കൊടുക്കാൻ ആരുമില്ലായിരുന്നു. ആരും വേദി കൊടുത്തില്ല. കർത്താവിന്റെ ദാസൻ ഒരു വേദിയാക്കി പ്രസംഗം ആരംഭിച്ചു. ആ വേദിയുടെ പേരാണ് പുഴവക്കത്തെ വേദിയാക്കി. പുഴവക്കത്തെ വേദിയാക്കി പ്രാർത്ഥന ആരംഭിച്ചു, പ്രസംഗം ആരംഭിച്ചു. ഒരു ലുദിയായുടെ ഹൃദയത്തെ തമ്പുരാൻ തുറന്നു. ദൈവദാസനോട് ആത്മാ പറയുന്നു, ചില വേദികൾ ഓപ്പൺ ആകാൻ പോവാ. ഇന്നലകളിൽ അടച്ചവന്റെ നടുവിൽ ഒരു രാജകീയ വാഴ്ചയുടെ കാലം കർത്താവ് ആരംഭിക്കാൻ പോവാണ്. യോസഫ് ഫലപ്രദമായ വൃക്ഷം, ഒരു വൃക്ഷമായി ലബാനിലെ ദേവദാരു പോലെ വളർന്ന് പന്തലിക്കുന്ന ഒരു അനുഭവം ദൈവാത്മാവ് തരുന്നു. ആത്മാവ് ശക്തമായി ഇടപെടുകയാണ്. പ്രാർത്ഥിച്ച ദൂതനെ റിസീവ് ചെയ്താട്ടെ. വരും കാലത്ത് യാക്കോബ് വേരൂന്നും. ഇതിനകത്ത് ചില പറയുന്നു, ഇന്നല്ല വരും കാലത്ത് നിന്റെ തലമുറ വേരൂന്നാൻ പോവാ. ആമേൻ. വെറുതെ അല്ല കുഞ്ഞെ ഇതിനകത്ത് കടന്നു വന്നിരുന്ന പ്രാർത്ഥിക്കുന്നത്, നിന്റെ തലമുറയെ ഉറപ്പിക്കേണ്ടിടത്ത് ഉറപ്പിക്കാൻ കഴിവുള്ള നിത്യനായ ദൈവത്തിന്റെ കരം ഇന്ന് രാത്രി ചില കുടുംബങ്ങളെ തൊടുകയാ. പരിശുദ്ധാത്മാവ് പറയുന്നു, നീ വേര് പിടിക്കുന്ന നാളുകളാണെന്ന് ദൈവാത്മാവ് ശക്തമായി രാത്രി ഇടപെടുകയാണ്. നീ വേര് പിടിക്കും. ചിലർ പറഞ്ഞു, നിന്നെ മൂടോടെ വിടുത് കളയുമെന്ന്, അല്ലെ? 2025 മൂടോടെ വിടുത് കളയാൻ എന്തെല്ലാം പരിപാടി ഇണക്കിയതാ. പക്ഷെ തമ്പുരാൻ പറയുന്നു, നിന്നെ ഉറപ്പിക്കാൻ പോവാ. തമ്പുരാൻ ഉറപ്പിക്കാൻ പോവാ. ആമേൻ. ഇന്ന് രാത്രി ചിലര് കർത്താവിന്റെ ആത്മാവ് രാത്രി തൊടുന്നു. ഞാൻ ആത്മാവിൽ കാണുന്നു. ലാലി വിൽസൺ ആന്റി പ്രാർത്ഥിച്ചു. കർത്താവ് പറയുന്നു, വേര് പിടിക്കാൻ പോവാ. നിങ്ങൾക്ക് ആ ദേശത്ത് നിങ്ങളുടെ ജോലിക്കിടയിൽ വന്ന് പ്രശ്നമുണ്ടാക്കി നിങ്ങളെ തകർത്ത് കളഞ്ഞ് നിങ്ങളുടെ വിളയെ നശിപ്പിക്കാൻ ഇങ്ങനെ ദൂത് കർത്താവ് കൈമാറുന്നു. ഇസ്രായേലിന്റെ വിളയെ നശിപ്പിക്കാൻ ലക്ഷ്യമായിട്ട് വന്ന സ്തോത്രം ഒരു വലിയ വൻകട ശക്തികളെ മിഥ്യാന്റെ പരിപാടി ചോദിച്ചാൽ ഇസ്രായേലിന്റെ വിളവുകളെ നശിപ്പിക്കുക, അവരെ പട്ടിണിക്കകത്താക്കുക, സീറോയിലാക്കുക. ഇതായിരുന്നു പരിപാടി. പക്ഷേ അതിനെ തകർക്കാൻ വേണ്ടി ഗിദയോന് ദൈവം എഴുന്നേൽപ്പിച്ചതുപോലെ ഈ കാലഘട്ടത്തിൽ എഴുന്നേൽപ്പിക്കുക കേട്ടോ. നിങ്ങൾക്ക് നേരെ നിൽക്കുന്ന ചിലതിന് വെട്ടുകൊള്ളുമെന്ന കർത്താവ് ഇടപെടുന്നത്. ആമേൻ. ചിലതിനെ തമ്പരം വെട്ടാൻ പോവാ. ഞാൻ ആത്മാവിൽ പറയുന്നു, കർത്താവേ അവരെ വെട്ടല്ലേ എന്ന് പറയേണ്ട. തമ്പരം വെട്ടേണ്ടതിനെ തമ്പരം വെട്ടും. ദൈവം നിലനിർത്തേണ്ട യാക്കോബിനെ ദൈവം നിർത്തും. രാമേ പറയാമോ? എന്തൊക്കെ ശക്തികൾ നിനക്ക് നിലനിൽപ്പിനെതിരെ പയറ്റി നിന്നാലും ഇന്ന് രാത്രി ദൈവം ചിലരെ അത്ഭുതകരമായി മാനിക്കാൻ പോവാ. ആശാപുനോസ് പ്രാർത്ഥിച്ചാട്ടെ. കർത്താവിന്റെ ആത്മാവി വചനത്തിനകത്തൂടെ ഒരു വെളിപ്പാട് തരികയാ. ദൈവം തെരഞ്ഞെടുത്തവനെ ആർക്കും കുറ്റം ചുമർത്താൻ കഴിയത്തില്ല. ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പുള്ളവനെ ദൈവം നിലനിർത്തും കേട്ടോ. യാക്കോബ് വരും കാലത്ത് വേര് പിടിക്കും. ഞാൻ ആ പദത്തിൽ ഒന്നുകൂടെ പറയുന്നു, നിന്നെ വേര് പിടിപ്പിക്കാൻ വീട്ടിൽ നിന്ന് ഇറക്കിയതാ. വീട്ടിൽ നിന്ന് വെറുതെ ഇറക്കിയതല്ല, നീ പട്ടണത്തിനകത്ത് വേര് പിടിക്കാൻ പോവാ. ബ്ലെസ്സി മോളെ പ്രാർത്ഥിച്ചാട്ടെ. കർത്താവ് രാത്രി നിന്നോട് പറയുന്നു, സ്തോത്രം, നീ വേര് പിടിക്കാൻ പോവാ. നിന്നെ യാക്കോബിനെ
മകനെ പോലെ നിന്നെ മാനിക്കുന്ന ദൈവത്തിന്റെ കരം ഇന്ന് രാത്രിയിൽ ആ കുടുംബത്തിനകത്ത് അതിമഹത്വത്തോടെ ഇറങ്ങി വരാൻ പോവാ. മോളെ ഫേബ, ഈ രാജ്യത്തെ ദൈവം നിന്നെ വേര് പിടിപ്പിക്കാൻ പോവാ. നിന്നെ പറിച്ചു മാറ്റിക്കളയുമെന്ന് പറഞ്ഞ് നിന്നെ സ്ഥാനത്തുനിന്ന് തള്ളിയിടുമെന്ന് പറയുന്ന അന്ധകാരത്തെ തകർത്തിട്ട് വരും കാലത്ത് നീ വേര് പിടിക്കുന്ന യാക്കോബിനെ പോലെ ദൈവം നിന്നെ ഉറപ്പിക്കുമെന്ന കർത്താവിന്റെ ആത്മാവ് ഇടപെടുക. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? എന്നെ നിലനിർത്താൻ, എന്നെ പണിയാൻ ദൈവം തയ്യാറായിരിക്കുകയാ. ജസ്റ്റിൻ റോബിൻ പ്രാർത്ഥിച്ചോണേ, ഈ വചനം വെച്ചൊന്ന് പ്രാർത്ഥിച്ചോണേ. ഇസ്രായേൽ തളർത്തു പൂക്കുമെന്ന, ചെറിയ പൂക്കൊന്നല്ല, തളർക്കും, തളിരിടും. രാമേ പറയാമോ? ഒറ്റ രാത്രി കൊണ്ട് ബദാംഗമ്പ് പൂത്ത് തളർത്ത് പൂത്ത് പുറത്ത് വന്നെന്ന. ഒരു രാത്രി കൊണ്ട്, മണിക്കൂറുകൾ കൊണ്ട് ചെയ്യേണ്ട ക്രമീകരണങ്ങൾ ദൈവം മണിക്കൂറുകൾ കൊണ്ട് ജസ്നി റോബിന് വേണ്ടി ചെയ്യും. ഞാൻ ആത്മാവിലെ ദൂതെന്ന് കൈമാറുന്നു. ദിവസങ്ങൾ, മാസങ്ങൾ കാത്തിരുന്ന ചില കാര്യത്തിനകത്ത് മണിക്കൂറുകൾക്കകത്ത് നിങ്ങളുടെ മേൽ ഭയങ്കര ചേഞ്ചസ് നടക്കുന്നു. പരിശുദ്ധാത്മ പറയുന്നു, നിങ്ങളെ ആളും മാറിയവളെ പോലെ മാറ്റാൻ ദൈവത്തിന്റെ ഭയങ്കര നിയോഗം ദൈവം കൈമാറുകയാ. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി പറയുന്നു, ഒരു രാത്രി കൊണ്ട് ഹല്ലേലൂയ ബദാംഗമ്പ് പൂത്തു പുറത്തു വന്നതുപോലെ. ഇങ്ങനൊരു പ്രവചനദൂത് ജസ്റ്റി റോബിനോട് പറയാൻ കർത്താവ് ഏൽപ്പിക്കുന്നു. ആ ബദാംഗമ്പിനകത്തൊരു പേരെഴുതിയായിരുന്നു. എന്താ പേരെന്നറിയാമോ? അഹരോന്റെ പേരായിരുന്നു. അപ്പൊ പേരോട് കൂടി ഒരു വിടുതൽ നടക്കാൻ പോകട്ടോ. ഒരാമയും പറയാമോ? ഹല്ലേലൂയ, ആമേൻ. ആ വെട്ടിവെച്ച ആ ബദാംഗമ്പിനകത്ത് വെട്ടിയത് ആരാണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ എഴുതി വെച്ചത് അഹരോന്റെ പേരാ. ആമേൻ. ബദാംഗമ്പ് പൂത്തു വന്നപ്പോൾ അതിനകത്ത് അഹരോൻ എന്ന പേര്. മകളെ, നിന്റെ പേരോട് കൂടി ഒരു തളർപ്പ് നടക്കാൻ പോവാ. രക്തം ചെയ്യ. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? കാര്യം നിന്റെ പേരിനകത്ത് ഒരു തളർപ്പ് നടക്കാൻ പോവാ. നിന്റെ പേരിനകത്ത് ഒരു വിടുതൽ നടക്കാൻ പോകുകയാ. യേശുവിന്റെ നാമത്തിൽ ചില ദൈവത്തിന്റെ അകത്ത് തൊടുകയാ. എനിക്ക് ദൈവം എന്ന നെയ്മുകൾക്കായി, പേരുകൾക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്ത് പറഞ്ഞുകൊണ്ട് പറഞ്ഞിട്ട് എന്റെ പേരോടുകൂടി ഞാൻ തളർത്ത് പുറത്തു വരുമെന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ഇടപെടുകയാ. രക്തത്താലും വചനത്താലും ഈ രാത്രി ചെയ്യപ്പെടും. ആമേൻ. അതുകൊണ്ട് ജസ്റ്റിൻ റോബിൻ പ്രാർത്ഥിച്ചോ. വെട്ടിവെച്ച വടിക്കകത്തൊരൊറ്റ പേര് അഹരോന്റെ പേരായിരുന്നു കേട്ടോ. ജിബി മാത്യു പ്രാർത്ഥിച്ചോ, മോളെ പ്രാർത്ഥിച്ചോ. കർത്താവ് ഈ രാത്രി ചില വ്യക്തമായിട്ട് തൊടുകയാ, ശക്തമായിട്ട് തൊടുകയാ. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ഇടപെടുന്നു. നിങ്ങളുടെ വേര് ഉറയ്ക്കാൻ പോവാ. മോളെ ജിബി മാത്യു ഉറയ്ക്കാൻ പോവാ. നിന്നെ ആട്ടിക്കളയാൻ, നിന്നെ ആടുന്ന വേലി പോലാക്കി കളയാൻ നീ എങ്ങും ഉറയ്ക്കരുത്, എവിടെയും ഉറയ്ക്കരുത്. എന്ന് നീ കരച്ചില് കണ്ണുനീരും മാത്രമായിരിക്കണം നിന്റെ ആഹാരം എന്ന് വിചാരിച്ച നിനക്കെതിരെ എഴുന്നേറ്റ വിദ്രുത സർപ്പത്തിന് വെട്ടിക്കളഞ്ഞിട്ട് ദൈവത്തിനെ നിർത്തും. ഞാൻ ആത്മാവിൽ ജിബി മാത്യു ദൂത് പറയുന്നു. നിനക്ക് നേരെ നിൽക്കുന്ന ചിലതിനെ ഇനിയും ദൈവം വെച്ചോണ്ടിരിക്കില്ല. ദൈവം ചിലതിനെ വെട്ടിക്കളയുമെന്ന് ആത്മാവ് ദൂത് പറയുന്നു. എത്ര പേര് ആമേൻ പറയുന്ന എനിക്കറിയില്ല. ദാനിയേലിനെ സിംഹക്കുഴിയിൽ ഇട്ടട്ടെ സുഖമായിട്ട് ഉറങ്ങാമെന്ന് വിചാരിച്ച രാജാവിന് ഉറക്കാൻ ദൈവം കൊടുത്തില്ല. ഒന്നുകൂടെ പറയാം, പ്രാർത്ഥിക്കുന്ന നിന്നെ കഷ്ടത്തിലാക്കിയിട്ട് ഒരുത്തിനും ദൈവം ഉറക്കം കൊടുക്കത്തില്ലെന്ന് ആത്മാവ് ഇടപെടുന്നേ. ചില വിദ്രുത സർപ്പം, ചില വിഷപ്പാമ്പ്, ചില നേർച്ചപ്പാമ്പിനെ തമ്പുരാൻ ഇറങ്ങി തന്റെ വാളിനാൽ വെട്ടിമാറ്റിയിട്ട് നിന്നെ വേര് പിടിപ്പിക്കുമെന്ന് ആത്മാവ് ദൂത് പറയുക. നീ വേര് പിടിക്കാൻ പോവാ. നീ സ്ഥാനത്ത് ഉറയ്ക്കാൻ പോവാ. നിന്നെ സ്ഥാനത്തുനിന്ന് പോലും തള്ളിയിട്ട് നിന്നെ മാനസികമായി തകർത്ത് നീ നിൽക്കുന്ന ഇടത്തു നിന്നെ ഓടിച്ച് കളയാം. നിന്റെ പേര് പറഞ്ഞ തന്ത്രം മുഴക്കിവിടെ നടുവിൽ നിന്റെ പേരിനകത്തൊരു അഭിഷേകം ഇറങ്ങുന്നു. ആമേൻ. നിന്റെ പേരിനകത്തൊരു അഭിഷേകം ഇറങ്ങുന്നു. എത്ര പേര് ആമേൻ പറയാൻ തയ്യാറുണ്ട്? റൈസ്മാന ധുരാലഗസസി. ചില പേരിനകത്ത് അഭിഷേക പ്രിയ പ്രാർത്ഥിച്ചോ. ആത്മാവിൽ രാത്രിയിൽ ആ ദൈവദാസിയുടെ മേൽ ദൈവത്തിന്റെ കരമിറങ്ങുന്നു. ആത്മാ പറയുന്ന മകളെ, നിന്നിലൊരു കിളിർപ്പ് നടക്കാൻ പോവാ. നിന്നിൽ പൂത്ത് ചിലത് പുറത്തു വരാൻ പോവാ. നാളുകളായിട്ട് നടക്കുന്നില്ലല്ലോ, വിടുതൽ നടക്കുന്നില്ലല്ലോ എന്നോർത്ത് ഭാരപ്പെട്ട ചില വിഷയത്തിനകത്ത് ഒരു തളർപ്പ് നടക്കുന്ന രാത്രി എന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ഇടപെടുകയാ. ഓ രക്തത്താലും വാചനത്താലും ഞങ്ങൾ ഇന്ന് രാത്രി ആത്മാവിൽ ജയമെടുക്കുകയാ. ആമേൻ. ദൈവം തെരഞ്ഞെടുത്തവന്റെ വടി തളർക്കും കേട്ടോ. അതുകൊണ്ട് യാക്കോബിനോട് പറയാനുള്ളത്, വരും കാലത്ത് അല്ലല്ലേ, ഇത്ര നാളെ യാക്കോബിനെ തലേ കൈവച്ച പ്രാഗി വരണം, നീ ഗുണം പിടിക്കത്തില്ല അല്ലേ? നമുക്കതിൽ എന്തെല്ലാം ശാപവാക്ക് വല്ലതും പറഞ്ഞിട്ടുണ്ട്. ശരിയാകത്തില്ലെന്നും നന്നാകത്തില്ലെന്നും
സ്തോത്രം. ഹല്ലേലൂയ. രക്തത്താൽ ജയമെടുക്കുന്നു. എന്നെ എന്റെ അമ്മ ഒത്തിരി എനിക്ക് തോന്നുന്നു ചെറുപ്പത്തിൽ ഒത്തിരി എന്നെ ഓടിച്ചിട്ടുണ്ട്. കാരണം ഞാൻ ഇങ്ങോട്ട് വിളിച്ചാൽ അങ്ങോട്ടേ ഓടത്തുള്ളായിരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ഇങ്ങോട്ട് വിളിച്ചാൽ അങ്ങോട്ട് ഓടും അല്ലേ? അങ്ങനെ ഓടി ഓടി നടന്ന് ഒത്തിരിയും കണ്ടിട്ടുണ്ട്, ഒത്തിരിയും കേട്ടിട്ടുണ്ട്. പക്ഷെ കർത്താവ് പറയുന്നു, നിന്നെ ഉറപ്പിക്കാൻ ദൈവത്തിന് പദ്ധതി ഉണ്ടെങ്കിൽ ഇനി ഒരു വിദ്ര സർപ്പവും നിങ്ങൾക്കെതിരെ നിൽക്കത്തില്ല കേട്ടോ. ജയ സജി പ്രാർത്ഥിച്ചോ. ജോലിക്കകത്തൊരു ദൈവ പ്രവർത്തിക്ക് വേണ്ടി ശക്തമായിട്ട് ഇന്ന് രാത്രി പ്രാർത്ഥനയിൽ പോരാടിക്കണം. ദൈവാത്മ പറയുന്നു, ശക്തമായ പ്രതിപക്ഷങ്ങൾ, ശക്തമായ പ്രതികൂല ശക്തികൾ 2026 ആഞ്ഞടിച്ച് വേണ്ട എന്ന് പറഞ്ഞ് റിസൈൻ എഴുതി മാറത്തക്ക നിലവാരത്തിൽ ദുഷ്ടനവന്റെ തന്ത്രം മുഴക്കുന്നുണ്ട്. പ്രാർത്ഥന മുറിയിൽ മുഴങ്കാലും അടക്കിക്കോ. കർത്താവ് അറിയാതെ ഒന്നും വരികയില്ല. ആമേൻ. കൃപയുടെ യാത്ര പുറപ്പെട്ട പൗലോസിന് വന്ന പോലെ ഒരു പ്രതികൂലം വന്ന കാറ്റടിച്ച കപ്പലിന്റെ വേഗത കുറച്ചിട്ട് തകർത്ത് കളയാൻ ദുഷ്ടനവന്റെ പദ്ധതി തയ്യാറാക്കുമ്പോൾ ഈ രാത്രി പ്രാർത്ഥിച്ചോ. നിങ്ങളുടെ ജോലിക്കകത്തൊരു മഹത്വം ഇറങ്ങാൻ പ്രാർത്ഥിച്ചോണേ. യേശുവിന്റെ നാമത്തിൽ എത്ര പേർ പ്രാർത്ഥിക്കുന്നുണ്ടോ? വരും കാലത്ത് എല്ലാവരും ഒന്ന് പറയണേ, വരും കാലത്ത് ഞങ്ങൾ വേര് പിടിക്കാൻ പോവാ. 2026 ഞങ്ങൾ വേര് പിടിക്കാൻ പോവാ. ഞങ്ങൾ ഉറയ്ക്കാൻ പോവാണെന്ന്. ഇസബേലെ, നീയല്ല നീ 25 കൂട്ടിക്കൊണ്ട് വന്നാലും ഞങ്ങൾ വേര് പിടിക്കാൻ പോവാ. കാര്യം ഞങ്ങളെ ഇറക്കിയ ദൈവത്തിന് ഒറ്റ പദ്ധതിയുള്ളൂ, നിലനിൽക്കുന്നൊരു പദ്ധതിയാ, തകർക്കുന്ന പദ്ധതിയല്ല, നിലനിൽക്കുന്ന പദ്ധതിയാ. എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളെ, നിങ്ങൾ ഏത് രാജ്യത്തായാലും ഏത് സ്റ്റേറ്റിലായാലും നിന്നെ നിർത്താൻ ദൈവം പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലതിനെ വെട്ടുകൊള്ളുന്ന ദിവസങ്ങളെന്ന് ആത്മാവ് ശക്തമായ ദൂത് വിളിച്ച് പറയുക. ചിലത് ദുഃഖ ശബ്ദത്തോടെ നിന്റെ കോമ്പൗണ്ടിൽ വരാൻ പോവാ. നിന്നെ ഇന്നലെ വേദനിപ്പിച്ചവർ നിന്റെ അടുക്കൽ വന്ന ദുഃഖ ശബ്ദത്തോടെ, ദാനിയേലേ, നീ സേവിച്ചു വരുന്ന ദൈവം നിന്നെ വിടിപ്പ പ്രാർത്ഥനയോ എന്ന് ചോദിക്കുന്നൊരു ചോദ്യം നിന്റെ ജീവിതത്തിനകത്ത് കേൾക്കാൻ സമയമായി. അത് വിശ്വസിക്കുന്ന ദൈവത്തിന് നന്ദി പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. വരുംകാലത്ത് ഞാൻ ആ പദത്തെ ഞാൻ ഒത്തിരി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. അതുകൊണ്ട് മാത്രമേ അഭിഷേകം എടുത്തതാ. വരുംകാലത്ത് ഞാൻ വേര് പിടിക്കും. ഞാൻ ആത്മാവിൽ എന്നോട് തന്നെ പ്രവചിക്കുന്നു, ഞാൻ വേര് പിടിക്കും. എന്നെ ആർക്കും ഒന്നും ഞാൻ എല്ലാവരും ഒന്ന് പറഞ്ഞാട്ടെ. ആമേൻ. ആ പദം ഒന്ന് പറയും. ഇതൊരു അപേക്ഷയുടെ പ്രാർത്ഥനയാകരുത്, ഇന്നൊരു പ്രഖ്യാപനത്തിന്റെ പ്രാർത്ഥനയാകട്ടെ. പ്രഖ്യാപിച്ചാട്ടെ. നമ്മൾ പ്രഖ്യാപിക്കുന്ന, നമ്മൾ അധികാരമുള്ളവരാ, നമ്മൾ അഭിഷേകമുള്ളവരാ. സിത്താനെ പോടാ സാത്താനെ, ഞങ്ങൾ വേര് പിടിക്കാൻ പോകുക യേശുവിന്റെ നാമത്തിൽ. ഞങ്ങൾക്ക് വേണ്ട പട്ടണങ്ങൾ തുറക്കപ്പെടാൻ പോകുക. ഞങ്ങൾക്ക് വേണ്ടി ദൈവത്തിന്റെ പദ്ധതി വെളിപ്പെടാൻ പോകുക. ഞങ്ങൾ വേര് പിടിക്കും. ആരുടെ മുമ്പാകെ? ഞങ്ങളെ നിന്ദിച്ചവരുടെ നടുവില് എന്റെ ദൈവനെ ഉറപ്പിക്കുമെന്ന് വിശ്വാസത്തോടെ ദൈവത്തിന് രാത്രി നന്ദി പറഞ്ഞാൽ. ഹല്ലേലൂയ. അടുത്തൊരു പദമുണ്ട്, ഇസ്രായേൽ ആർത്ത് തളർത്തു പൂക്കും. ഒരാമ പറഞ്ഞു. ആ പദത്തിനകത്തൊക്കെ ഇതിനകത്ത് ടീച്ചർമാരോ അറിവുള്ളവരോ വചന പാണ്ഡിത്യമുള്ളവരോ അല്ലെങ്കിൽ വിദ്യാഭ്യാസമുള്ളവരോ ഒക്കെ ഉണ്ട്, എനിക്കറിയാം. അവരൊന്ന് ആ വചനത്തിന്റെ ആ പദത്തിന്റെ അർത്ഥമൊന്ന് നോക്കി. ആമേൻ. സ്വതന്ത്ര തളർത്തു പൂക്കുമെന്ന് പറഞ്ഞാൽ അതിനപ്പുറത്തൊരു സംഭവം നടക്കാനില്ല. ആമേൻ. നീ തളർക്കും, നീ പൂക്കും. കാരണം നിന്നെ നിന്ദിച്ചവർ കാണണം നീ വാടിപ്പോയില്ലെന്ന്. നിന്നെ അപമാനിച്ചവർ കാണണം നിന്റെ ഇല വാടിപ്പോയില്ലെന്ന്. നിന്നെ അപമാനിച്ചവർ കാണണം നിന്റെ ദർശനം തീർന്നു പോയില്ലെന്ന്. എത്ര പേര് ആമേൻ പറയാൻ തയ്യാറുണ്ട്? 2026 ഒരു പ്രവചന ദൂത് കൈമാറുന്നു. അതെനിക്കും നിങ്ങൾക്കും ബാധകമാ. നിന്ദിച്ചവരുടെ നടുവിൽ ആമേൻ നീ തളർത്തു പൂത്തു വരുമെന്ന് ആത്മാവ് ദൂത് പറയുക. യേശുവിന്റെ നാമത്തിൽ എവിടെ നീ അപമാനിക്കപ്പെട്ടോ അവിടെ നിന്നെ തളർത്ത് പൂത്തു പുറത്തു കൊണ്ടുവരുന്ന ഒരസാധാരണ വിടുതലുകൾ ഇന്ന് രാത്രി ചില കുടുംബങ്ങൾക്കകത്ത് അതിമഹത്വത്തോടെ ഇറങ്ങി വരുന്ന രാത്രിയാ. രക്തത്താലും വചനത്താലും രാത്രി ജയമെടുക്കുന്നു. ആമേൻ. കർത്താവദാസൻ പാസ്റ്റർ ബിജോയ് കർത്താവിന്റെ ദാസനോട് പരിശുദ്ധാത്മ പറയുന്നു, ദൈവദാസനെ എറിഞ്ഞ ഓടിച്ചു കളയാൻ പദ്ധതിയിട്ടവരുടെ നടുവില നിങ്ങൾ നിൽക്കുന്നേ. ആരും തെരഞ്ഞെടുക്കാത്തൊരു തെരഞ്ഞെടുപ്പ് നിങ്ങളുടെ മേലുണ്ട്. ആരും ഏറ്റെടുക്കാത്തൊരു ദൗത്യം നിങ്ങളുടെ മേലുണ്ട്. അതുകൊണ്ട് കർത്താവ് പറയുന്നു, ഇസ്രായേലെ നിങ്ങൾ തളർത്തു പൂക്കും.
ആമേൻ ആമേൻ പറഞ്ഞ സത്യയോടെ കർത്താവിന്റെ ദാസനോടും ദാസനോടും ദൈവാത്വ പറയുന്നു, നിങ്ങൾ തളർക്കാൻ പോവാ, തളിരിടാൻ പോവാ. ആത്മാവ് ഇങ്ങനെ ദൂത് കർത്താവിന്റെ ദാസനോടും ദാസിയോടും പറയുന്നു, ഒരു വൃക്ഷമായാൽ അതിനൊരു പ്രത്യാശയുണ്ട്. അതിന്റെ വേര് മണ്ണി പഴുകിപ്പോയാലും വെള്ളത്തിന്റെ ഗന്ധകമടിക്കുമ്പോൾ ഇത് പൊട്ടിക്കിളിക്കും. ഒന്നുകൂടെ പറഞ്ഞാൽ, അറിയാമെന്ന പച്ച മലയാളത്തിൽ പറഞ്ഞാൽ, വെള്ളത്തിന്റെ മണമടിച്ചാ മതി, പരിശുദ്ധാത്മാവിന്റെ മണമടിച്ചാ മതി, ചില പൊട്ടിക്കിളിപ്പ് നടക്കുമെന്ന് ആത്മാവ് ദൂത് പറയുക. യേശുവിന്റെ നാമത്തിൽ തകർത്ത് കളയാൻ വേണ്ടി ആയുധം വെച്ചവനാ, പക്ഷെ അവരുടെ നടുവിൽ ദൈവാത്മ പറയുന്നു, ഒരു കിളിർപ്പിന് വേണ്ടി പ്രാർത്ഥിക്കാം, ദൈവാത്മാവ് ഇടപെടുകയാ. എത്ര പേർ നല്ലൊരു ആമേൻ പറയാൻ തയ്യാറുണ്ട്? വരും കാലത്ത് അതിനർത്ഥം, അതിന്റെ ആദ്യത്തെ ഒരു പദം കൂടെ പറഞ്ഞിട്ട് ഞാൻ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കും. വിദ്രുത സർപ്പം, വക്രസർപ്പം, ഇന്നലെ രണ്ടിനെ തമ്പുരാൻ സന്ദർശിക്കും. ആര് മുഖാന്തരം? യാക്കോബെ, നീ മുഖാന്തരം. നിന്നെ നിലനിർത്തണമെന്നുണ്ടെങ്കിൽ ദൈവം ചിലതിനെ സന്ദർശിച്ചേ പറ്റൂ. വെറും സന്ദർശനമല്ല, യഹോവയുടെ ബലമുള്ള വാള് അവന്റെ പെടലേക്ക് വീഴാൻ സമയമായി. നല്ലൊരു ആമേൻ പറയാമോ? ഹല്ലേലൂയ. ഞാൻ ആദ്യം പറയുന്നു, ഇത് കൃപായുഗമാ കേട്ടോ. ബെനഡിക്ട് മാത്യു, ഇത് കൃപായുഗമാ. ഈ കൃപായുഗത്തിൽ അപ്പീലില്ല. പ്രതികൂലം നിൽക്കുന്നതിനെ തമ്പുരാൻ ഇറങ്ങി വെട്ടും. ആത്മാവ് പറയുന്നു, ഒറ്റ ദൂതൻ ഇറങ്ങിയപ്പോൾ 1,85,000 പേരെ ഒറ്റ രാത്രി കൊണ്ട് കൊന്നെടുക്കാൻ ഒറ്റ ദൂതൻ മറിയെങ്കിൽ, ദൈവാത്മ ബെനഡിക്ട് മാത്യുവിനോട് ദൈവാത്മ പറയുന്നു, നിങ്ങൾക്കെതിരെ തന്ത്രമുയർത്തി നിങ്ങളുടെ വീഴ്ച കാണാൻ പതിയിരിക്കുന്ന ശക്തമായിരിക്കുന്ന നിരകളെ തമ്പുരാൻ ഇറങ്ങി വെട്ടി മാറ്റിയിട്ട് ദൈവം നിങ്ങൾക്കുള്ള വിടുതലകൾ തുടങ്ങാൻ പോകുകയാണെന്ന് ഇന്ന് രാത്രിയിലും ആത്മാവ് ശക്തമായി ദൂത് പറയുകയാണ്. ആമേൻ, ഹല്ലേലൂയ. ഈ 2026 സഹോദരം, പ്രഷർ കുറയും ചിന്തിക്കല, പ്രഷർ കൂടും. കൊളസ്ട്രോൾ കുറയും ചിന്തിക്കൽ, കൊളസ്ട്രോൾ കൂടും. ഡയബറ്റീസും എല്ലാം കൂടും. എന്നാൽ ഇതിന്റെ നടുവിലും ദൈവം നടത്തും. ആമേൻ പറയാമോ സത്യയോടെ? അവൻ രോഗമില്ലെന്ന് പറയത്തില്ല, കട്ടതയില്ലെന്ന് പറയത്തില്ല. 2026 എന്നാ വരാൻ പോകുന്നത് പോലും നമുക്കറിയത്തില്ല. പക്ഷെ കർത്താവിന്റെ ആത്മാ പറയുന്നു, എത്രയൊക്കെ പ്രശ്നം വന്നാലും ദൈവം കണ്ടവനെ ദൈവം നിർത്തും. എത്ര ആമേൻ പറയാൻ തയ്യാറുണ്ട്? ഹല്ലേലൂയ. കർത്താവിന്റെ ആത്മാവ് ശക്തമായി പറയുന്നു, സ്തോത്രം, ദൈവം ചിലതിനെ വെട്ടും. അതിന്റെ 1-ാം വാക്യത്തിന്റെ അവസാന വാക്യം, സമുദ്രത്തിലെ മഹാസർപ്പത്തെ അവൻ കൊന്നുകളയുമെന്നാ. ജീവനോടെ വെച്ചേക്കത്തില്ലെന്നാ. ഹല്ലേലൂയ. രക്തത്താലും വചനത്താലും ജയമെടുക്കുന്നു. ഇന്ന് രാത്രി നിങ്ങളോട് ദൈവാത്മ പറയുന്നത്, നിങ്ങൾക്കെതിരേക്കുന്ന മഹാസർപ്പത്തെ ദൈവം കൊല്ലാൻ പോവാ. എത്ര രാമേ പറയും? ഹല്ലേലൂയ. രക്തം ജയ. ചില നേർച്ചപ്പാമ്പുകളും ചില അന്ധകാര ശക്തികളും പാമ്പ് കയറി വിളയാടി നൃത്തമാടുന്ന വീടുകളുണ്ട്. ആമേ. അതിന്റെ കേട്ടിനത് അമ്പല ശക്തികളെ ദൈവം പൊട്ടിക്കാൻ പോവാ. പള്ളി ശക്തികളെ ദൈവം പൊട്ടിക്കാൻ പോവാ. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? നിനക്ക് നേരെ നിൽക്കുന്ന, തല പൊക്കി നിൽക്കുന്ന മന്ത്രവാദ വ്യാപാരത്തെ, പൈശാചിക തന്ത്രങ്ങളെ ഇന്ന് രാത്രി തമ്പുരാൻ അറത്ത് കളയാൻ പോവാ. ദൈവം ചിലതിനെ കൊന്നു കളഞ്ഞിട്ട് ദൈവം നിനക്ക് സുരക്ഷിത ഉറപ്പിക്കാൻ പോവാ. യാക്കോബേ, നിന്റെ വേര് ഉറയ്ക്കാൻ പോവാ. നീ ആയിരിക്കുന്ന രാജ്യത്ത്, ആയിരിക്കുന്ന ജോലി സ്ഥലത്ത് നീ ഉറയ്ക്കാൻ പോവാണെന്ന്. ഹല്ലേലൂയ. നിന്നെ ആർക്കും പറിച്ചു മാറ്റാൻ കഴിയാത്ത വിധത്തിൽ ദൈവം നിന്നെ ഉറപ്പിക്കാൻ പോവാ. നിനക്ക് വേണ്ടി ശ്രേഷ്ഠമായതിനെ പോലും എന്റെ ദൈവം ഒരുക്കി നിന്നെ മാനിക്കുമെന്ന് ഇന്ന് രാത്രിയിലും കർത്താവിന്റെ ആത്മാവ് ശക്തമായി ഇടപെടുന്നത്. അതുകൊണ്ട് ആത്മാവ് ശക്തമായി പറയുന്നു, സ്തോത്രം, ഹല്ലേലൂയ. ആമേ. യാക്കോബേ, നിന്റെ വേര് ഞാൻ ഉറപ്പിക്കും. ഇസ്രായേലേ, നീ ആർത്ത് പൂക്കും. ഹല്ലേലൂയ. അങ്ങനെ ഭൂതലത്തിലെ ഉപരിഭാഗം മുഴുവനും ഒരു വലിയ വിപ്ലവം നടക്കാൻ പോകുകയാ. എത്ര പേര് ഈ വചനത്തിനും ഒരു നല്ല രാമൻ പറയുന്നുണ്ട്? ഹല്ലേലൂയ. അന്ന് ആമേൻ ഉദ്യാനം വനമായി മാറും. ആമേൻ, ഹല്ലേലൂയ. ഭയങ്കര ചേഞ്ചസ് നടക്കാൻ പോകും. കാട്ടിലുവായി എന്നെ നാട്ടിലുമോട് കൂട്ടിയൊട്ടിച്ച എന്റെ കർത്താവിന് നന്ദി പറയാമോ? ഹല്ലേലൂയ. പരിശുദ്ധാത്മ പറയുന്നു, നീ ആർത്ത് പൂക്കാൻ പോവാ. എന്റെ വചന സന്ദേശങ്ങൾ വിരാമം കുറിച്ചിട്ട് ഇന്ന് രാത്രി നിങ്ങളോട് ആത്മീയ ഒരു ദൂത് കൈമാറട്ടെ. പരിശുദ്ധാത്മ പറയുന്നു, നീ ആർത്ത് പൂക്കും. നിന്റെ വീട്ടുകാരുടെ നടുവിൽ നീ പൂത്തു പുറത്തു വരും. ഹല്ലേലൂയ. നീ ഉണങ്ങി പോകത്തില്ലെന്ന്, നീ തകർന്നു പോകത്തില്ലെന്ന്, ദൈവത്തിന്റെ മഹത്വം ഇറങ്ങുമെന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ചിലരെ നോക്കി പ്രവചിക്കുന്നു.
എൽസി ഷാജൻ പ്രാർത്ഥിച്ചു. നിങ്ങളുടെ വീടിനകത്ത് നിങ്ങൾ തകർന്ന് കുഴഞ്ഞ് വീട് തകർന്നു പോകേണ്ട സ്ഥാനത്ത് ദൈവം നിങ്ങളെ നിർത്തിയിരിക്കുക. അങ്ങനെങ്കിൽ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രിയിലും വ്യക്തമായി നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ആർത്ത് പൂക്കാൻ പോവാ, ആർത്ത് പൂക്കാൻ പോവാ. എല്ലാ കണ്ണുകളും ഒരു നിമിഷം അടച്ചോട്ടെ. ഇന്ന് രാത്രിയിൽ ഒരു നിമിഷം കർത്താവിൻ്റെ നന്ദി പറഞ്ഞാട്ടെ. ദൈവാത്മാവ് ചിലരെ നോക്കി പ്രവചിച്ച് ആത്മീയ ദൂത് കർത്താവിന്റെ ആത്മാവ് കൈമാറുന്നു. 2025 കഷ്ടതയോട് കൂടെ ചില പോക്കോഴ ഒരുക്കാൻ പോവാ. പരീക്ഷ വരും കേട്ടോ, പരീക്ഷ വരും. എല്ലാരും പറഞ്ഞാട്ടെ, എല്ലാരും പ്രാർത്ഥിക്കുന്ന ഒറ്റ പ്രാർത്ഥനയുണ്ട്, കർത്താവെ സഹിക്കാനാവാത്ത പരീക്ഷയൊന്നും എന്റെ ചുമല് തരല്ലേ. ഈ രാത്രിയിലും പരിശുദ്ധ ലിസി ജോണാന്റെ ഈ പ്രാർത്ഥിച്ചു. കർത്താവിന്റെ ആത്മാ പറയുന്നു, 2026 തമ്പുരാന് വേണ്ടി ഭയങ്കര ഇടം ദൈവം ചില ഇടങ്ങൾ തരാൻ പോവുക. ദൈവം ചില പ്ലോട്ടുകൾ തുറക്കാൻ പോവുക. ദൈവം ചില വേദിക തുറക്കാൻ പോവുക. യേശുവിന്റെ നാമത്തിൽ റിമഠി അദനഘടക ഷർഖമാനിയ ആമെ കഴിഞ്ഞ വർഷം കിട്ടേണ്ട അപ്പോയിന്റ്മെന്റ് ഈ വർഷം ലഭ്യമാകാൻ പോകുക. കഴിഞ്ഞ വർഷം നിനക്ക് കിട്ടേണ്ട അപ്പോയിന്റ്മെന്റ് ഓർഡർ ലഭ്യമാകാതെ പ്രാർത്ഥിച്ച മടുത്തവരകത്തിരിപ്പുണ്ട്. ഇന്ന് രാത്രി അവിടെ പറയുന്നു, ഈ ജാനുവരി മാസം ഒരു അപ്പോയിന്റ്മെന്റ് നിന്റെ കാര്യത്തിൽ കിട്ടാൻ പോവാ. നിനക്ക് വേണ്ടി ഉന്നതമായ ഡോറുകൾ തുറക്കാൻ പോവാ. റിമന്ന ഹദുനി ഘടകസി അംധനാറബസിയ റെൽഖമാനഗസി ആമേ. 2026 ചിലരെ ദൈവം പറിച്ചു മാറ്റി പട്ടണങ്ങളിൽ നിന്ന് മാറ്റി നട്ട് ദൈവത്തിന്റെ ഫലം കൊയ്യുന്ന ഒരു ശുശ്രൂഷക്കരാക്കി പുറത്തു കൊണ്ടുവരുന്ന ശുശ്രൂഷകളെ ദൈവം കൈമാറ്റം ചെയ്യാൻ പോകുകയാണ്. എത്ര പേര് ആമേ പറയാൻ തയ്യാറുണ്ട്? റീബ ഷെഖേനിയ റൽഖമന ശുശ്രൂഷകളുടെ ഭയങ്കര ട്രെയിനിങ് നടക്കാൻ പോവാ. ആമേൻ, ആമേൻ. വേദികൾ തുറക്കപ്പെടാൻ പോവാ. വേദികൾ മക്കതോനിയ തുറക്കപ്പെടാൻ പോവാ. ആസ്യ ഓപ്പൺ ആകാൻ പോകുക. പംഫുല്യ തുറക്കപ്പെടാൻ പോവാ. കൊരിന്തു പട്ടണങ്ങൾ തുറക്കപ്പെടാൻ പോവാ. അന്ധകാരത്തെ വെട്ടിക്കളഞ്ഞിട്ട് തന്റെ ഭക്തന്മാരെ വേര് പിടിച്ചു നിർത്തുന്ന ആ സാന്നിധ്യം ഇന്ന് രാത്രിയിൽ ഇവിടെ മഹത്വത്തോടെ ഇറങ്ങി വരാൻ പോകുകയാണ്. നീ വെറുതെയല്ല കരഞ്ഞത്, വെറുതെയല്ല നീ വിതച്ചത് നീ കൊയ്തെടുക്കാൻ പോവാ. കർത്താവിന്റെ ദാസൻ ബെദേൽ മാത്യു, കർത്താവിന്റെ ദാസനോട് ദൈവാത്മ പറയുന്നു, ആളിന്റെ പെരുപ്പത്തിലല്ല ആസ ജയിച്ചത്, ഒരുക്കപ്പെട്ട ആത്മാക്കളുള്ളിടത്ത ദൈവത്തിന്റെ ജയം നടന്നത്. എതിർപക്ഷത്ത് നിൽക്കുന്ന സേരഹിന്റെ കൂടെ 10 ലക്ഷം ആൾക്കാരുണ്ട്. ബലവാനായ ആസയുടെ കൂടെ 8 ലക്ഷം ആൾക്കാരേ ഉള്ളൂ. 2 ലക്ഷം ആൾക്കാർ നമുക്ക് കുറവാണ്. ആള് കുറവാന്ന് വിചാരിച്ച് വിടുതൽ നടക്കാതിരുന്നില്ല. ആള് കുറഞ്ഞിടത്ത വിടുതൽ നടന്നേ. ആമേ. ആളുള്ളിടത്ത് കർത്താവില്ല, ആളില്ലാത്തടത്ത് കർത്താവ് ഇറങ്ങി. നല്ല രാമയം പറയ ദൈവദാസൻ. ഈ രാത്രി ദൈവഭക്തനോട് പരിശുദ്ധാത്മ പറയുന്നു, എപ്പോഴയോ ദൈവത്തിന്റെ ഭയങ്കര നീതി വെളിപ്പെടാൻ പോവാ. വ്യക്തമായി ദിവസങ്ങളിൽ പ്രാർത്ഥിച്ച് ദൈവത്തോട് ചോദിച്ച് ആലോചന ചോദിക്കുന്ന ചില വിഷയത്തിനകത്ത് ഇങ്ങനൊരു ആലോചന ദൈവം കൈമാറുന്നേ. 2024 ഡയറക്ഷൻ ചെയ്യുന്ന മുഴുവനും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. ദൈവദാസനെ ചില ഉന്നതമായ വഴികൾ കർത്താവിന്റെ ദാസനെ തുറക്കപ്പെടുകയാണ്. അറിയുമാ, ചില ഉറവകൾ തുറക്കപ്പെടുകയും മരുഭൂമിക്കകത്ത് നീരുറവ തുറന്ന് പറ്റിപ്പോകാത്ത നീരുറവ കാണിച്ചു തരാം ദൈവത്തിന് പദ്ധതിയുണ്ടെന്ന് ആത്മാവിൽ ശക്തമായ ദൂത് വിളിച്ചു പറയുകയാ. കൂടെ അവർ കുറ്റം പറയുന്നവരുടെ നടുവിൽ ജയാളിയെ പോലെ ദൈവം പുറത്തു കൊണ്ടുവരും. ആമേ. കാര്യത്തിന് മാത്രം യൂസ് ചെയ്യുന്ന ഒരു സ്വഭാവം പലർക്കുമുണ്ട് ദൈവദാസനെ കുറിച്ച്. ആമേൻ. കാര്യത്തിന് മാത്രം മതി. അത്യാവശ്യം യൂസ് ചെയ്യുന്ന ഒരാള്. കർത്താവ് പറയുന്ന അത്യാവശ്യമല്ല, ദൈവം ഓടിക്കേണ്ടിടത്ത് ഓടിക്കുന്ന നാളുകളെ ദിവസം. ആ നാവിനകത്തുനിന്ന് പുറപ്പെടുന്ന ശബ്ദത്തിനു കൊണ്ട് ചില അന്ധകാര ശക്തികൾ തകർന്നു മാറി ദൈവത്തിന്റെ വിടുതലുകൾ ഇറങ്ങുന്ന നാളുകൾ എന്ന പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ഇടപെടുകയാണ്. പ്രാർത്ഥിച്ചു. ചില സാമ്പത്തിക വിഷയത്തിനകത്ത് ദൈവിക വിടുതലുകൾ വേഗം കർത്താവ് ചെയ്തെടുക്കാൻ പോ യേശുവിന്റെ നാമത്തിൽ. ദൈവദാസനെ ഇങ്ങനൊരു വെളിപ്പാട് ദൈവം കൈമാറുന്നു. അളവ് നൂൽ എനിക്ക് മനോഹര ദേശത്ത് വീണു. നല്ലൊരു അവകാശം എനിക്ക് ലഭിച്ചിരിക്കുന്നു. ഒരു അവകാശത്തിന് വേണ്ടി ദൈവത്തിന്റെ പദ്ധതി വെളിപ്പെടുന്നു എന്ന് ആത്മാവ് ഈ രാത്രി ശക്തമായി ഇടപെടുകയാണ്. പ്രാർത്ഥനയിൽ പോരാടുക. ബേബി എന്ന് പറയുന്ന കർത്താവിന്റെ മകൾ ഇന്ന് രാത്രി പ്രാർത്ഥിച്ചാട്ടെ. ബേബി കെ പ്രാർത്ഥിച്ചാട്ടെ. ദൈവാത്മ പറയുന്നു, കുടുംബത്തിനകത്ത് നടക്കത്തില്ലെന്ന പിശാച് വിധി പറഞ്ഞ്
ഹല്ലേലൂയ. റീഖാമാനാസി. നീ അതിന് പരിശ്രമിക്കണ്ട എന്ന് വിചാരിച്ച് ഭാരപ്പെട്ട് നിൽക്കുന്ന സന്തതിയുടെ വിഷയത്തിനകത്ത് ദൈവികമായ ചില വിടുതലുകളെ ദൈവാത്മാവ് തുടങ്ങുവാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന് ആത്മാവ് ദൂത് പറയുകയാ. എന്നോട് കർത്താവിന്റെ ദൈവദാസ്യം, നിങ്ങൾക്ക് വേണ്ടി സ്വർഗീയ കവാടം തുറക്കപ്പെടാൻ പോവുക. നിങ്ങൾക്ക് വേണ്ടി ഇവിടെ ആളില്ല, പക്ഷെ ആത്മമണ്ഡലത്തിൽ ആള് ചലിക്കാൻ പോവാ. ദൈവാത്മ പറയുന്നു, മാനുഷിക മണ്ഡലത്തിൽ നിങ്ങളുടെ കൂടെ നിൽക്കാൻ ആരുമില്ല, കരം താങ്ങാൻ ആരുമില്ല. എന്നാൽ ആത്മമണ്ഡലത്തിൽ നിങ്ങൾക്ക് ഇവിടെ ആളെ ദൈവം നിയമിക്കാൻ പോകുകയാണെന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി പ്രവചിച്ചു ദൂത് പറയുകയാ. എത്ര പേര് ആമേൻ പറയാൻ തയ്യാറുണ്ട്? എന്നെ ഉറപ്പിക്കാൻ, എന്നെ ശക്തീകരിക്കാൻ അവന്റെ കരം, അവന്റെ കരം, അവന്റെ കരം, അവന്റെ കരം ഇന്ന് രാത്രിയിലും അത് ശക്തിയോടെ വെളിപ്പെടാൻ പോകുക. റീമാനഗസി രാജി റജി പ്രാർത്ഥിച്ചാട്ടെ. കർത്താവിന്റെ ആത്മാവ് ശക്തമായി പറയുന്നു, എഴുതി വെച്ച ഡ്രീമുകൾ, വരച്ചു വെച്ച ഡ്രീമുകൾ, സ്വപ്നങ്ങൾ, അതിന്റെ യാഥാർത്ഥ്യതകൾ ഈ ദിവസങ്ങളിൽ വെളിപ്പെട്ടു വരുമെന്ന് ആത്മാവ് ദൂത് പറയുകയാണ്. വേഗത തന്നെ ദൈവത്തിന്റെ പ്രവർത്തിക്ക് തുടക്കം കുറിക്കുന്ന ചില നാളുകള്. ആത്മാവ് ശക്തമായി പറഞ്ഞ മതില് പോലെ നിൽക്കുന്ന വൻകിട പ്രശ്നങ്ങളെ തുടച്ചു മാറ്റിയിട്ട് ദൈവത്തിന്റെ ശക്തമായ ചില നീതികൾ വെളിപ്പെട്ട് ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ മഹത്വം ഇറങ്ങുന്ന നാളുകളെന്ന് ആത്മാവ് ശക്തമായി നമ്മൾക്കെല്ലാം ദൂതറിയിക്കുകയാണ്. റീബാന ശഖാനിയ. എത്ര പേർ പ്രാർത്ഥിക്കാൻ തയ്യാറുണ്ട്? കണ്ണുകൾ അടയ്ക്കാം. ഒരു വാക്ക് ഞാൻ നിങ്ങൾക്കൂടെ പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ഒരു അസാധാരണ വിടുതലുകൾ നിങ്ങളുടെ ലൈഫുമായിട്ട് സംബന്ധിച്ച് നടക്കാൻ പോകുകയാണ്. ആമേൻ. നടക്കത്തില്ലെന്ന് ദുഷ്ടൻ വിധി പറഞ്ഞ ചിലതിനെ സ്വർഗത്തിലെ ദൈവം നടപ്പിലാക്കി തന്നെ നിങ്ങളെ മാനിക്കാൻ പോവുക. ഇതിനകത്ത് ചില പ്രവചന നാവുകളെ ദൈവം പുറത്തു കൊണ്ടുവരാൻ പോവുക. ഇതിനകത്ത് വെളിപ്പാടുള്ളവരെ ദൈവം പുറത്തു കൊണ്ടുവരാൻ പോവുക. ഇതിനകത്ത് ശക്തിയുള്ള ശക്തി കേന്ദ്രങ്ങളെ പരിശുദ്ധാത്മ പുറത്തു കൊണ്ടുവരാൻ പോവുക. നിന്റെ വീട്ടിനകത്ത് നടമാടിയ ചില അനർത്ഥത്തിന്റെ പരമ്പരകളെ ഇന്ന് രാത്രി പരിശുദ്ധാത്മ ബ്ലോക്ക് ചെയ്യാൻ പോവുക. ഇന്നലകളിൽ നടന്ന 2025 നിന്നെ കണ്ണീരിലാക്കിയ, 2025 നിന്നെ കണ്ണ് നനയിപ്പിച്ച ചില പ്രശ്നങ്ങൾ നിന്റെ മുമ്പിൽ വഴിമാറിപ്പോയിട്ട് ദൈവത്തിന്റെ മഹത്വം, നീ കർത്താവിനെ അനുഗ്രഹിക്കപ്പെട്ടവളായി, നീ കർത്താവിനെ അനുഗ്രഹിക്കപ്പെട്ടവനെ മാറുമെന്ന് ഇന്ന് രാത്രി ചിലരോട് ദൈവത്തിന്റെ ആത്മ പ്രവചിച്ചു ദൂത് പറയുക. റീബാല സഖന റമാനഗസിയ. നിന്നെ വേര് പിടിപ്പിച്ച് നിന്നെ ദൈവം മാനിക്കാൻ പോകുക. ഹല്ലേലൂയ. എല്ലാവരും വിശ്വസിച്ച് പ്രാർത്ഥിച്ചാട്ടെ. കർത്താവേ, ഈ വർഷം ഞാൻ വേര് പിടിക്കാൻ പോയി, എന്നെ ഉറപ്പിക്കും, എന്നെ ദൈവം ഉറപ്പിക്കും. എത്ര പേര് ആമേൻ പറയും? എന്നെ ഉറപ്പിക്കും, എന്റെ തമ്പുരാൻ എന്നെ ഉറപ്പിക്കും. ആരൊക്കെ എന്നെ തകർക്കാൻ നോക്കിയാലും, എന്തൊക്കെ തകർച്ചയുടെ നിഴൽ എനിക്ക് നേരിട്ടാലും ഞാൻ ഉറയ്ക്കും. യാക്കോബേ, നിന്നെ അടുത്ത കാലത്ത് യാക്കോബേ നിന്നെ ഞാൻ ഉറപ്പിക്കും. ഇസ്രായേലേ, നീ ആർത്ത് 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 പൂത്ത് പുറത്തു വരാൻ പോവാ. നീ കിളിർപ്പോടെ പുറത്തു വരാൻ പോവാ. ഒരു വലിയ വർധന വേണ്ടി പ്രാർത്ഥിക്കുന്ന ജനത്തിനായ സ്തോത്രം. ഈ ജനത്തിനു മീതെ അങ്ങയുടെ വലിയ സാന്നിധ്യം ഇറങ്ങണമേ. പരിശുദ്ധാത്മാവേ, ഇന്ന് രാത്രിയിൽ ഈ കുടുംബത്തിൽ കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ വർഷം തുടങ്ങി കർത്താവെ 2-3 ദിവസമേ ആയുള്ളൂ. കർത്താവെ, പിന്നിട്ട ദിവസങ്ങൾ ഈ ഞങ്ങളുടെ ലോകത്ത്, ഞങ്ങൾ ആയിരിക്കുന്ന മേഖലയിൽ, ഞങ്ങളുടെ കുടുംബത്ത്, ഞങ്ങളുടെ ദേശത്ത് എന്ത് സംഭവിക്കും എന്ന് ഞങ്ങൾ അറിയുന്നില്ല. എല്ലാ അപ്പച്ചൻ മാത്രമേ അറിയുന്നുള്ളൂ. എങ്കിലും പ്രാർത്ഥിക്കുന്നത് എന്റെ കുഞ്ഞുങ്ങളെ സുരക്ഷിതരാക്കി ദൈവം മാനിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ വയലിൽ അധ്വാനിപ്പാൻ, കർത്താവിന്റെ നാമത്തെ വിളിച്ചു പറയുവാൻ ചിലരെ ഇന്ന് രാത്രി ഇതിനകത്ത് അഭിഷേകം ചെയ്യേണ്ടതിനായി പ്രാർത്ഥിച്ചനുഗ്രഹിക്കുന്നു. നന്മയ്ക്ക് ചെയ്യണം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. എല്ലാവരെയും ഈ രാത്രി വലിയവനായ ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരുമിച്ച് പിന്നെ കാണുവാൻ ദൈവം അവസരത്തിനായി സ്തോത്രം. പുതുവർഷത്തിൽ എല്ലാ നന്മകളും എല്ലാ ഐശ്വര്യങ്ങളും കർത്താവ് നിങ്ങൾക്ക് ഏവർക്കും ചൊരികട്ടെ. ആരോഗ്യവും ബലവും ആയുസ്സും നൽകി കർത്താവിന്റെ വേലയിൽ വർദ്ധിച്ചു വരുവാൻ പരസ്പരം നമുക്ക് പ്രാർത്ഥനയിൽ ഓർക്കാം. കർത്താവ് സഹായിക്കട്ടെ. മൈ ഗോഡ് ബ്ലെസ് യു. മാറാനാഥ.